ആരാണ് നിങ്ങളെല്ലാം? പറയൂ. എല്ലാത്തിനും പിടിച്ച് പുറത്താക്കടാ. എല്ലാരും അടിച്ച് കെട്ടിയിടടാ. എന്താണിതെല്ലാം? എന്താ അത്? അറിയില്ലേ? മെഡിസിൻ. മെഡിസിൻ അല്ല, എക്സ്പയറി ആയ മെഡിസിൻസ്. ഇതെല്ലാം ചോദിക്കാൻ നീ ആരാണ്? ഒരു തെറ്റിനെ എപ്പോഴും വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പോലീസ് വന്ന് അന്വേഷിക്കും. അപ്പൊ പറയിതെല്ലാം. ശരിക്കാതെ പിന്നെ എന്ത് ചെയ്യാൻ പറയുവാ? ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങൾ ചെയ്താൽ പിന്നെ എന്ത് പറയണം? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവരെയൊക്കെ പരിചയമുണ്ടോ? ഈ അമ്മയുടെ ഭർത്താവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ബോധമില്ലാത്ത നിലയിൽ കിടക്കുകയാണ്. ഇയാൾക്ക് കിഡ്നി ഫെയിലിയർ ആണ്. അതെ സാർ. ഇയാളെ കൊണ്ട് നടക്കാൻ പറ്റില്ല, അയാളെ കൊണ്ട് നേരെ കാണാൻ പറ്റില്ല. നിങ്ങളുടെ മരുന്നുകൾ കഴിച്ച് അഫക്റ്റായി ഈ ആൾക്കാർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് നിങ്ങളാണ്. പറ്റില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നീങ്ങാനോ അനങ്ങാനോ ഒരു ചെറിയ പണി പോലും ചെയ്യാൻ സമ്മതിക്കൂല. ഇവിടുന്ന് കൺസ്യൂമർ കോർട്ടിലും അവിടുന്ന് അപ്പുറത്തും പോകാൻ പറ്റും. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് പറ. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തിട്ട് ഇനി എക്സ്പയറി ആയ ഒരു മരുന്ന് പോലും വിൽക്കില്ല എന്ന് പറഞ്ഞ് വയ്യാണ്ടായ ഈ ആൾക്കാർക്കെല്ലാം കോമ്പൻസേഷൻ കൊടുക്കുമെന്ന് നിങ്ങളുടെ കയ്യൊപ്പോടെ എഴുതി തരണം. അവിടെ നിക്കടാ, ഇതങ്ങോട്ടേക്ക്. അമ്മേ എന്നെ വിടമ്മേ, എനിക്കിങ്ങനെ ഭക്ഷണം ഒന്നും കെട്ടിത്തരല്ലേ. ഇങ്ങനെ കെട്ടിത്തന്ന് എല്ലാരും എന്നെ സ്കൂളിൽ കളിയാക്കി. അമ്മേ അമ്മ ഒന്ന് പോ. അവിടെ നിക്കടാ. ആരടാ പറഞ്ഞ എന്റെ സാമ്പാറിനെ കുറിച്ച്? എന്റെ സാമ്പാറിന്റെ രുചി അറിയാത്തവരാരും തന്നെ ഇവിടെ ഇല്ല. ആരടാ എന്റെ സാമ്പാറിനെ കുറിച്ച് കുറ്റം പറഞ്ഞത്? അമ്മ നീ ഒന്ന് വിടമ്മേ, ഞാൻ ഒന്ന് പോട്ടെ സ്കൂളിൽ. കൊണ്ടുപോരാ പറഞ്ഞ. അമ്മ വിടമ്മ, ഞാൻ പോകുന്നു. എനിക്ക് ടൈമായി, ഞാൻ സ്കൂളിൽ പോവാ. നിന്നോട് ഞാൻ പറഞ്ഞേ, നിക്കടാ പറഞ്ഞേ. അയ്യോ എന്നെ പുറകിൽ ഇങ്ങനെ കറങ്ങല്ലേ, എനിക്ക് വേണ്ട. അമ്മ ഞാൻ പറയുന്നില്ലേ വേണ്ട. ഭാഗ്യം, രക്ഷപ്പെട്ടു. നീ അത്രക്കായോ? എന്റെ അടുത്താണോ നിന്റെ കളി? എന്താ എവിടുന്ന കയറി വരുന്നേ? എന്റെ അടുത്ത് കളിക്കാൻ നിക്കല്ലേ മോനെ, കേട്ടാ? കൊള്ളാലോ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. എടാ ദീന, വേഗം വാടാ. പറയുന്ന കേട്ടാ ഇവൻ നേരത്തെ വരുന്ന തോന്നുന്നത്. ഒന്ന് പോടെ. ഒന്ന് വേഗം വാടാ. നീ കാണുന്നില്ല വരുമല്ലേ? നമ്മളിങ്ങനെ ഈ സ്പീഡിൽ പതുക്കെ പോയാലുണ്ടല്ലോ, അവിടുത്തെ മല്ലികയും റോജയും ഇവരെല്ലാരും പൊക്കളയും. ആരെയും കാണാനും പറ്റൂല. ഒന്ന് വേഗം വാടാ. നമ്മൾ സ്കൂളിൽ പോകുന്ന തന്നെ പഞ്ചാര അടിക്കാനല്ലേ? എടാ ആ പൊട്ടിയ പലനെയും കൊണ്ട് വേഗം വാടാ. സമയം പോകുന്ന കാണുന്നില്ലയോ? അതേടാ, ഹൈമാറിന്റെ കൂടെ സൈക്കിളിൽ പോകുന്നതിലും വേഗം നടന്നു പോകുന്നതാ.
രമേ, ആ പേപ്പേഴ്സ് എല്ലാം ബോർഡിൽ ഒട്ടിച്ചേക്ക്. ഓക്കെ സർ. ഡ്യൂട്ടി സമയത്ത് ഡ്യൂട്ടി നോക്കാതെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടോ ഇവനെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. വാച്ച്മാൻ, എന്തിനാ സാർ ഉച്ച വെക്കുന്നേ? ഞാൻ ക്ലാസ് റൂമിലേക്ക് പോവാണ്. ഈ ഫയൽ എടുത്തോണ്ട് പോയി എന്റെ റെസ്റ്റ് റൂമിൽ. എന്റെ ഡ്യൂട്ടി അല്ല. ഉറങ്ങുന്നതാണോ നിന്റെ ഡ്യൂട്ടി? അപ്പൊ നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കണം. ഇവന്റെ വർത്തമാനം ശരിയല്ലല്ലോ. വർത്തമാനകാലം അല്ലെങ്കിൽ ഭൂതകാലത്തിലേക്ക് ചെല്ല്. ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്നില്ല, റൂമിലേക്ക് എന്നെ പൊയ്ക്കോളാം. നിങ്ങളുടെ റൂം ഈ ഭാഗത്താ. അപ്പോഴേക്കും അത് മാറ്റിയോ? ദീന, വെയില് വരുന്നതിന് മുമ്പ് ജോലിയെല്ലാം തീർക്കണം. വേഗമായി ഇലയൊക്കെ ഒന്ന് മുറിച്ചിട്. മോളെ മോളെ മോളെ, അത് അങ്ങനെ തന്നെ താഴോട്ടിട്ടേക്ക്. ഈ ജോലിയൊക്കെ നീ എന്തിനാ ചെയ്യുന്നേ? അതെന്താച്ചാ, ഞാൻ ഇതൊന്നും ചെയ്തൂടെ? നീ പഠിച്ചോണ്ടിരിക്കുകയല്ലേ, ഈ ജോലിയൊന്നും നീ ചെയ്യാൻ പാടില്ല. ഞാൻ നോക്കു മോളെ, ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എന്റെ അച്ഛൻ എനിക്ക് നല്ല വിദ്യാഭ്യാസം തന്ന് എന്നെ വലിയ ആളാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരിക്കലും നടന്നില്ല. അതുകൊണ്ടാ മോളെ നിന്നെ എങ്ങനെങ്കിലും നല്ലതുപോലെ പഠിപ്പിച്ച് ഒരു വലിയ ഡോക്ടറായോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറായോ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നത്. അതെന്റെ വലിയൊരു സ്വപ്നമാ മോളെ. എന്റെ സ്വപ്നം നീ പൂർത്തീകരിക്കുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും അച്ഛാ, ഞാൻ നല്ലോണം പഠിച്ച് വലിയൊരു ഡോക്ടറായിട്ട് അച്ഛന്റെ ആഗ്രഹമൊക്കെ പൂർത്തീകരിക്കും. അത് മതി മോളെ എനിക്ക്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, പെൺകുട്ടികളെ ഇങ്ങനെ ഒരുപാട് സ്നേഹിച്ച് വഷളാക്കാൻ പാടില്ല. വീട്ടുജോലികളൊക്കെ അറിഞ്ഞാൽ മാത്രമേ കെട്ടിച്ചു വിടുന്നിടത്ത് അടങ്ങിയൊതി നിൽക്കാൻ പറ്റത്തുള്ളൂ. അവൾ എപ്പോഴും ഇങ്ങനെ തന്നെ. നീ വാ മോളെ എന്റെ കൂടെ. ആ ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും കൂടെ ഫോളോ അപ്പ് ചെയ്താൽ മതി. എന്താ മനസ്സിലായില്ലേ? ഓക്കെ, നിന്നോടും കൂടെ പറയുന്നത്. ഓക്കെ, നോക്കിക്കോ. ചേട്ടാ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പറ്റില്ല എന്നോ? അതെ ചേട്ടാ, പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങളെ നമുക്ക് ചെയ്ത് കാണിക്കണ്ടേ? ഓക്കെ ചേട്ടാ. ആ കാര്യത്തിന് നീ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിക്കോ. എപ്പോ എവിടെ എങ്ങനെയെന്നുള്ള കാര്യങ്ങളെല്ലാം അതാത് സമയങ്ങളിൽ ഞാൻ അറിയിച്ചോണ്ടിരിക്കും. ഓക്കെ ഓക്കെ ചേട്ടാ. ഓ സോറി. ആ, നിങ്ങൾ എന്താ പറഞ്ഞു വന്നത്? എല്ലാരും ഇരിക്കൂ, എന്നിട്ട് വിശദമായി പറയൂ. എന്താ കാര്യം എന്ന് പറ മണി. ഇളങ്കോയേട്ടാ, നമ്മുടെ നാട്ടില് മണല് മോഷണം പോകുന്നുണ്ട്. ഓഹോ, ഇത് ഇങ്ങനെ വിടുകയാണെങ്കിൽ ശരിയാവില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത് മാത്രമല്ല ചേട്ടാ, ഒരു മണൽത്തരി ഉണ്ടാവണമെങ്കിൽ 100 വർഷത്തിന് മേളിലാവും അത്ര. ഈ കെമിസ്ട്രി ഒന്നും മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ചേട്ടാ. ഇതിന് എന്തേലും ഒരു തീരുമാനം ഉണ്ടാക്കണം നിങ്ങൾ. രവി, നിങ്ങൾ എല്ലാരും പറയുന്ന കാര്യം വളരെ ശരിയായിരിക്കാം. പക്ഷേ നമ്മൾ ഇപ്പോ കയ്യിലെടുത്തിരിക്കുന്ന പ്രോജക്റ്റ് വളരെ ഭംഗിയായിട്ട് തീർത്തു കൊടുക്കണം. ഈ പ്രോജക്റ്റിനെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നടത്തി തീർത്തു കൊടുക്കണം. നമ്മുടെ എല്ലാവരുടെയും എഫേർട്ട് ഈ പ്രോജക്റ്റിൽ ഉണ്ടാവണം. ഓക്കെ ചേട്ടാ. ഹലോ, എന്താ ആ ഇൻസ്പെക്ടർ കേസ് എടുക്കില്ല എന്ന് പറഞ്ഞോ? നീ ഫോൺ വെക്കേ. ആ മണി, എല്ലാരും ഇങ്ങോട്ട് വാ. നമുക്ക് പുറത്തു പോയി ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരാളെ കാണാനുണ്ട്. ഇമീഡിയറ്റ് ആയിട്ട് പോണം. കമോൺ. നീ കൊണ്ടുവന്ന മോര് കുടിക്കാൻ നന്നായിട്ടുണ്ട്. പക്ഷേ നിന്റെ സംസാരം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. വാ ഇങ്ങോട്ടൊന്നിരിക്കെ. ഞാൻ നോക്ക്, നമ്മുടെ മോൾക്ക് എങ്ങനെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിയേ മതിയാകൂ. നിന്റെ അഭിപ്രായം എന്താ? ഞാൻ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞാൽ മാത്രം നിങ്ങളങ്ങ് കേക്കൂ. ഇതാ കണ്ടില്ലേ, നീ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന എപ്പോഴും. നമ്മുടെ മോളും പഠിച്ച് വലിയ ആളായി വരാൻ നിനക്കും ആഗ്രഹമില്ലേ? ഞാനൊരു കാര്യം ചോദിച്ചട്ടെ, എന്റെ അനുജൻ എന്താ കുഴപ്പം? നല്ല ശമ്പളത്തോടൊപ്പം മിലിറ്ററിയിൽ നല്ല ജോലി അവന്. അതുകൊണ്ടാ പറയുന്നത്, എത്രയും പെട്ടെന്ന് അവരെ രണ്ടുപേരും കല്യാണം കഴിപ്പിച്ചു വെച്ചാ അവരുടെ ജീവിതം നന്നായിട്ട് പോവും. ഓ എഴുന്നേറ്റ് പോടി. ഒരു മനുഷ്യന്ന് വിചാരിച്ച് നിന്നോട് സംസാരിക്കാൻ വന്ന എന്നെ തല്ലണം. ഞാൻ നോക്ക്, നീ എന്ത് വേണമെങ്കിലും പറ, അതിനെപ്പറ്റി എനിക്ക് യാതൊരു വിഷമവുമില്ല. എന്റെ മോക്ക് ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അതെ, അനിതേ. എന്താച്ചാ? വാ മോളെ ഇരിക്കേ. നാളെ നിന്നെ ഞാൻ കൃഷ്ണഗിരിയിലുള്ള ഒരു നല്ല സ്കൂളിൽ ചേർക്കാമെന്ന് തീരുമാനിച്ചിരിക്കുക. അവിടെ ഹോസ്റ്റൽ സൗകര്യമൊക്കെ വളരെ നന്നായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് എന്റെ മോള് നാളെ എന്ത് ചെയ്യണമെന്ന് വെച്ചാ സ്കൂളിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചേക്ക്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഉള്ള ടൗണിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. നീ നാളെ രാവിലെ റെഡി ആയിരിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ?
നമസ്കാരം. എല്ലാവരും ഇരുന്നാട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചിലപ്പതികാരത്തിനെ കുറിച്ചാണ്. അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, കോവലൻ കണ്ണകിയെ നോക്കി ഒരു കവിത എഴുതി. വാഴത്തണ്ട് പോലെയുള്ള നിന്റെ കാൽകളും ഒരു ഹംസത്തിനെ പോലെ അതിമനോഹരമായ ഈ പെൺകുട്ടി ആരാണ്? കാർമേഘങ്ങൾ മൂടിക്കിടക്കുന്ന ഒരു സായാഹ്നത്തിൽ മയിൽപീലി വിരിച്ചു നിൽക്കുന്ന ഒരു മയിലോ അല്ല കുയിലോ എന്നതുപോലെ അവൾ വന്ന് നിന്നു നിന്നു നിന്നു. എക്സ്ക്യൂസ് മീ സർ. കേറി വരൂ. സാറേ, പറഞ്ഞ പോലെ തന്നെ ആളെത്തി. മാധവി എവിടെയാടാ? അവള് പിന്നാലെ വരുന്നുണ്ടാവും. പ്രിൻസിപ്പാൾ എവിടെ? പ്രിൻസിപ്പാൾ എവിടെ? എന്ത്? നിന്റെ പ്രിൻസിപ്പാളോ? എടോ, അയാൾ നിനക്ക് മാത്രം പ്രിൻസിപ്പാൾ അല്ല, എല്ലാവർക്കും പ്രിൻസിപ്പാളാണ്. അതെ, നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രിൻസിപ്പാൾ എവിടെയാണെന്നാ ചോദിച്ചത്. നല്ലോണം ചോദിക്കാൻ ഞാൻ പറയാമല്ലോ. ഇപ്പൊ നല്ലോണം അല്ലേ ചോദിച്ച? പറ. പ്രിൻസിപ്പാളെ പ്രിൻസിപ്പാളുടെ റൂമിലുണ്ടാവും. എടോ കണക്കെ, എന്താ? വേറെ വല്ലതും ചോദിക്കണോ? A+B² എന്താ? അവന്റെ ഒരു അഹങ്കാരം. കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ. പ്രിൻസിപ്പാളെ കണ്ടോ? പ്രിൻസിപ്പാളോ? ഞാൻ കാണാതിരിക്കും. നിനക്കെന്താ? എന്താ കമ്പ്യൂട്ടറെ? ആഹാ, കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയല്ലോ. ഓക്കെ, കമ്പ്യൂട്ടറും കാലുവായിരിക്കും. അല്ല, നമ്മളെ പ്രിൻസിപ്പാൾ എവിടെ പോയി കാണും? അനിയ അനിയ, നമ്മുടെ പ്രിൻസിപ്പാൾ എവിടെ പോയി? സാർ സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്നുണ്ട് സാർ. ഓ, അവിടെ ഉണ്ടോ? ശരി അനിയ, നീ പോയിക്കോ, ഞാൻ പോയി നോക്കിക്കോളാം. ഇതിനാ പറയുന്നത് വിവരമുള്ള കുട്ടികളോട് ചോദിക്കണമെന്ന്. പ്രിൻസിപ്പൽ സാറേ, നിങ്ങൾ സ്റ്റാഫ് റൂമിലാണോ ഉള്ളത്? ഇതാ സബ്ജക്റ്റോടെ വരാം. നമസ്കാരം സാറേ. സാർ, നീയോ? ഞാൻ വിചാരിച്ചു എന്തിനാ വന്നെന്ന് പറ. സ്കൂളിൽ ഒരുപാട് പിള്ളേര് കണക്ക് കൂട്ടുന്നു സാർ. നല്ല കാര്യമല്ലേ? അല്ല, തെറ്റായിട്ട് കണക്ക് കൂട്ടുന്നു സാറേ. ശരിയല്ലെങ്കിൽ തിരുത്തിയേക്ക്. ശരിയാണെങ്കിൽ ശരിയെന്ന് മാർക്കിട്. ഞാൻ ശരിയെന്ന് മാർക്കിട്ട അവര് പെട്ടെന്ന് മാലയിടും സാറേ. ഓ, എന്താണ് നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ. സാറേ, ഈ സ്കൂളില് ഗേൾസും ബോയ്സും ഒന്നിച്ചിരുന്ന് കണക്ക് കൂട്ടുന്നു സാർ. അതിനാണോ കംപ്ലൈന്റ് സ്റ്റഡി എന്ന് പറയുന്നത്? ഇതിനു വേണ്ടി എന്നെ എന്തിനാ കൺഫ്യൂസ് ചെയ്യുന്നത്? സാർ, ഇത് കമ്പൈൻഡ് സ്റ്റഡി അല്ല സാറേ, കച്ചമുച്ച സ്റ്റഡിയാ. ഐ മീൻ ലവ് ചെയ്യുന്നു സാറേ. അവനെയല്ലേ ചീത്ത പറയുന്നേ? നിന്നെ അല്ലല്ലോ ചീത്ത പറഞ്ഞത്. എന്തിനാ സാറേ? എന്തിനാണെന്നോ? ഈ സ്കൂളിനെ പറ്റി നിനക്ക് അറിയില്ലേ? ഈ സ്കൂൾ എത്ര നല്ല രീതിയിലാണ് നടക്കുന്നതെന്ന് അറിയോ? ഇവിടെ ലവും റൊമാൻസും ഒന്നും നടക്കാൻ പാടില്ല. ഇവിടത്തെ വിദ്യാർത്ഥികളെ നിങ്ങളാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവരും പറയുന്നത്. അയ്യോ, ഇത് ഞാൻ കാര്യത്തിലെടുക്കാമോ? സാറേ പ്ലീസ്, എന്റെ സമയം വെറുതെ കളയാതെ പുറത്തേ പോവാൻ നോക്ക്. സാറേ, ഞാൻ പറയാൻ വന്നത്, ജോലിക്ക് വേണ്ടി റെക്കമെൻഡേഷനുമായി വന്നാളല്ലേ. ഇവനെയൊക്കെ വിരട്ടിയാലേ മര്യാദക്ക് ജോലി ചെയ്യുള്ളൂ. ബോക്ക് കണ്ട ചെറുപ്പക്കാരനാണെന്നാ വിചാരം. ആ മീശക്കാരനാണെങ്കിൽ ഫോൺ ചെയ്തിട്ട് വെള്ളടിക്കാൻ വാ വെള്ളടിക്കാൻ വാന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കയ്യിലാണെങ്കിൽ കാശുമില്ല. ഇപ്പൊ എന്താടാ ചെയ്യാ? ശരി, നീ പോയിക്കോ, ഞാൻ പിന്നാലെ വരാം. നീ കൂടെ പോടാ പോടാ. കാശില്ല 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 കാശില്ല. ഹോട്ടലിലോ പണം വരുന്നുണ്ട്, ലോഡ്ജിലോ പണം വരുന്നുണ്ട്, അങ്ങനെ എല്ലായിടത്തും പണം വരുന്നുണ്ട്. പക്ഷെ എനിക്ക് അയക്കാൻ ആരുമില്ല. ഇതിനെല്ലാത്തിനും കാരണം എന്താ ചെറിയമ്മേ? എന്താ പേടിയൊക്കെ പോയോ? ആ, അച്ഛൻ കാശ് അയക്കെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞത്രേ ആണോ? ഞാൻ അവിടെ വന്ന എന്താ സംഭവിക്കാന്ന് അറിയില്ലേ? എനിക്ക് ഉടൻ തന്നെ കാശ് വേണം. ഇന്ന് തന്നെ വേണം, ഇപ്പൊ തന്നെ വേണം. അയക്കാൻ പറ, പെട്ടെന്ന് അയക്കാൻ പറ, അയക്കാൻ പറ. ഞാൻ കണക്ക് വാദ്യാരായിരുന്നിട്ട് ഇങ്ങനെ തെറ്റായി കണക്ക് കൂട്ടിയാലോ? കണക്ക് ശരിയാണോ നോക്കി പറഞ്ഞു. ഞാൻ പോകുന്ന വഴി ശരിയല്ലെന്ന് തോന്നുന്നു. ഇനി റൂട്ട് മാറ്റണം. ഇനി ഞാൻ നേരെ പിള്ളേരുടെ മനസ്സിനുള്ളിലേക്ക് ഇറങ്ങി
അവരിൽ ഒരാളായി അവരുടെ സംഗാതിയെ പോലെ അവരോട് പെരുമാറി അവരുടെ ലവ് മാറ്റേഴ്സ് എല്ലാം അങ്ങനെ കൊണ്ടുപോയി പ്രിൻസിപ്പാളിന്റെ മുമ്പിൽ എറിഞ്ഞാലേ എന്നെ വിശ്വസിക്കൂ. അല്ല ബുദ്ധിയുണ്ടല്ലേ? എടാ നമ്മുടെ ഭൂമിയുടെ സ്പന്ദനം എന്തൊക്കെയോ പിച്ചുമ്പയും പറഞ്ഞ് നടന്നു വരുന്നടാ. പിള്ളേരെ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാടാ. സാറേ ഇത് മാത്സ് പീരീഡ് അല്ല, PT പീരീഡാ. അതൊന്നും അല്ലടാ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടോ, ഇങ്ങോട്ട് വാ വാ. നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ ഇവിടെ ഇരിക്കണ്ടെന്ന്. യോ പോടാ. ഭൂമിയുടെ സ്പന്ദനത്തിന്റെ കയ്യിലേക്ക് കുടുങ്ങി. എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ അധ്യാപകനല്ലടാ. ആ സംശയം നമുക്ക് ഇല്ലാണ്ടില്ല. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞേ. പിന്നെ ഞാനിപ്പോ സ്ട്രിക്റ്റ് ആയ കണക്ക് വാദ്യരല്ല, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാ. എന്നെ നിങ്ങളോട് ചേർത്ത് എൻജോയ് ചെയ്യൂ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ സാറേ. ഗുഡ് ക്വസ്റ്റ്യൻ. എടാ ജീവിതം എന്ന് പറയുന്നത് നേന്ത്രമ്പഴം മാതിരിയാണ്. അതിൽ 2 വിധമുണ്ട്. ഒന്ന്, നേന്ത്രമ്പഴം എടുത്ത് അതിന്റെ തോലുരിച്ച് അങ്ങനെ ചെത്തി മാവിലിട്ട് പൊരിച്ച് ആ എണ്ണയെല്ലാം അങ്ങനെ ഒപ്പിയെടുത്ത് ഇങ്ങനെ ആവർത്തി പിന്നെ തിന്നണം. വേറൊരു വഴി, നേന്ത്രമ്പഴം അങ്ങനെ വെച്ച് പഴുപ്പിച്ച് അതിന്റെ തോലുരിച്ച് നന്നായിട്ട് അങ്ങ് കഴിക്കണം. ഇപ്പൊ പറയൂ, നിങ്ങൾ പൊരിയാകാൻ പോകുന്നു അല്ല പഴമാകാൻ പോകുന്നു? ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന വട്ട് ഇവൻ എന്തായി പറയുന്നത്? അത് വിട്ടേക്ക് സാറേ. ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് ആണെന്ന്? പിന്നെ എന്തിനാടാ സാറേ സാറേ എന്ന് വിളിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്. ശരിയടാ മോനെ, അളിയൻ നമ്മുടെ ഫ്രണ്ടായ സ്ഥിതിക്ക് ഇന്ന് നമുക്ക് ട്രീറ്റ് വെക്കാൻ പറയണം. മാത്രമല്ല നമ്മൾ കട്ടടിച്ച് സിനിമയ്ക്ക് പോകും. ഞങ്ങൾ അങ്ങോട്ട് പോവാണെങ്കിൽ നീ അങ്ങോട്ട് വന്നേരും കേട്ടോ. ഡാ അവിടെ വന്ന് കണക്ക് വല്ലതും പറഞ്ഞു തന്നാൽ നിന്റെ കഴുത്തി ഞങ്ങൾ വെട്ടും, മനസ്സിലായോ? ശരിയടാ. എടാ നീ ജയിക്കുകയാണെങ്കിൽ വിജയിന്റെ പടത്തിന് കൊണ്ടുപോവാം, ഞാൻ ജയിക്കുകയാണെങ്കിൽ മമ്മൂക്കന്റെ പടം കാണാം. ഈ ഡീല് നിനക്ക് ഓക്കെ അല്ലേ? ഓക്കെ. എന്നാ ശരി, നിക്ക് ഞാൻ ഫസ്റ്റ് കളിക്കും. ഇപ്പൊ നോക്കിക്കോ. ഇപ്പൊ എങ്ങനെയുണ്ട്? പോട്ടെ. ആ നമ്മള് വിജയുടെ പടവേ കാണുള്ളൂ. ആ നമുക്ക് കാണാം. ഇപ്പൊ എങ്ങനെ? നിന്റെ കോയിൻസ് ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ റെഡ് കോയിൻ ആണ് ചെയ്യാൻ പോകുന്നത്. അമ്മേ ഇത്രയും സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അമ്മയെ കൊണ്ട് ഫോളോ അപ്പ് ഒന്നും ഇടാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഞാൻ ഫോളോ അപ്പ് ഇടും. കാണാം നമുക്ക്. അത് നോക്കാം നമുക്ക്. ആ മമ്മൂക്കയുടെ പടം തന്നെ. അയ്യേ അമ്മേ ദേഷ്യം കേട്ടല്ലേ? നീ പോയി സൈക്കിൾ എടുത്ത് വെക്ക്, ഞാൻ വീട് അടച്ചിട്ട് വരട്ടെ. പോടാ. ഒന്ന് പോയേ. എന്താ ചേച്ചി ധൃതി പിടിച്ച് എങ്ങോട്ടാ? ഞങ്ങൾ സിനിമയ്ക്ക് പോവാ. ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മകനെ ഇങ്ങനെ ഒരുപാട് സ്നേഹിച്ച് വഷളാക്കാൻ നിൽക്കണ്ട ചേച്ചി. ഒന്ന് പോ കൽപ്പനെ. ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മളെ പഴയ രീതികളൊന്നും പറ്റില്ല. എന്ത് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നോ അത് തന്നെ അവര് ചെയ്യും. ഇപ്പോഴത്തെ കുട്ടികളെ അവരുടെ സ്റ്റൈലിൽ തന്നെ നമ്മളും പോണം. അത് ശരിയാ. നിനക്ക് തന്നെ അറിയില്ലേ കൽപ്പനെ, അവൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വിട്ടുപോയി. അവന് ഒരു വിഷമം അറിയാതെ ഞാൻ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്നത്. അവൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. എന്താ മോനെ പോയിട്ട് വരാം കൽപ്പന. പോയിട്ട് വാ മോനെ. ഇരിക്കമ്മേ. പോ. അല്ല അളിയാ, ഞാൻ നിന്നോട് പറയില്ലേ? മല്ലിക നിന്നെ നല്ലോണം നോക്കുന്നുണ്ടല്ലോടാ. എടാ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ? എന്തിനാടാ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത്? നമ്മുടെ ക്ലാസ്സിന് തന്നെ അറിയാലോ. എടാ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും എന്തോടെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അല്ലടാ റെക്കോർഡ് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചു നിന്ന്. ഡാ മച്ചു, കഴിഞ്ഞ ആഴ്ച തന്നെ പുതിയ പടത്തിന് പോവാന്ന് പറഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാനേ പറ്റിയിട്ടില്ല. അതെന്താടാ? എന്താന്നോ കുന്തം, നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? ഭൂമിയുടെ സ്പന്ദനത്തിന്റെ ക്ലാസ് ആയിരുന്നു. എന്താ പറഞ്ഞ? ആ ഭൂമിയുടെ സ്പന്ദനത്തിന്റെ ക്ലാസ്സോ? ദൈവമേ, എന്നാ പിന്നെ ഓടിയേ പറ്റുള്ളൂ. നമ്മൾ സ്കൂളിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞു, ഇനി എങ്ങനെ എസ്കേപ്പ് ആവും? അത് ശരിയാണല്ലോ, ഇതാലോചിക്കാൻ മറന്നുപോയി. എടാ ഇതിന് പോയി ആരെങ്കിലും വിഷമിക്കുവോ? എടാ ഈ സിമ്പിൾ കാര്യത്തിന് പ്ലാൻ ചെയ്യാൻ ഇത്രയും വിഷമിക്കണോ? ഞാൻ പറഞ്ഞുതരാടാ നിങ്ങൾക്ക്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് എസ്കേപ്പ് ആയാൽ മതി. അതൊക്കെ കള. നീ ഫസ്റ്റ് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്ക്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഒരു അനക്കോ ഇല്ലല്ലേ? സേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഓക്കേ, സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. ഓക്കേ, ഇപ്പൊ എന്ത് പീരീഡാ? ഞാൻ ആരാ? ലേഡീസ് സൈലന്റ്, ഓൺലി ജെന്റ്സ് സ്പീക്കിംഗ്. ഞാൻ ആരാ? തോലുരിച്ചു കളയും ഞാൻ. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഹു ആം ഐ? ആ ബഹുമാനം ഉണ്ടായിക്കോട്ടെ. എന്റെ കസേര എവിടെ? സർ
എന്താടാ? ആ കുമുദ ടീച്ചർ എടുത്തോണ്ട് പോയാ സാർ. പോയി കൊണ്ടുവരട്ടെ? ചോദിക്കണ്ട, ടീച്ചർ തന്നെ വെച്ചോട്ടെ. എന്നാ പോകാം. ഇത് എന്തൊരു പിള്ളേരാ, പാഠം തുടങ്ങാമോന്നാ ചോദിച്ചേ. ഓ അത് ശരി, പാഠം എടുക്കാനാണോ? ലിസൺ ടു മീ കെയർഫുള്ളി. മൈ ഡിയർ സ്റ്റുഡന്റ്, ഇവിടെ ഇരിക്കുന്നവര് ഇങ്ങോട്ട് നോക്കരുത്, ഇവിടെ ഇരിക്കുന്നവര് അങ്ങോട്ട് നോക്കരുത്. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ മാത്രമേ നോക്കാവൂ. ഓക്കെ സാറേ, നിങ്ങൾ വല്ല എക്സിബിഷനാണോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കാൻ? പോസിറ്റീവ് 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 ഈക്വൽ ടു പോസിറ്റീവ്. സാറേ പോസിറ്റീവ് അല്ല, പിള്ളേരുടെ കളി കണ്ടിട്ട് പാമ്പുള്ളത് പോലെ തോന്നുന്നില്ലല്ലോ. എന്റെ ക്ലാസ്സിൽ നിന്ന് രക്ഷപ്പെടാനായി ആ വാല് ചെറുക്കൻ എന്തോ പണി ഒപ്പിച്ചതാ. എന്റെ മോനെ രക്ഷപ്പെട്ടു. എങ്ങനെയാ ഇവിടെ ഇറങ്ങി? വേഗം വേഗം ചാട്. പെട്ടെന്ന് കേറി വാടാ. സതീഷ് എവിടെ പോയി? അതെടാ, ചിലപ്പോ സ്പന്ദനത്തിൽ കുടുങ്ങി കാണൂ. നിങ്ങൾ എന്താ തന്നെ പൊക്ക്, ഞാൻ നോക്കട്ടെ അപ്പുറത്ത് അവൻ വരുന്നുണ്ടോ ഇല്ലയോ. ശരി, എന്നാ വാ. വേഗം. എടാ ഇവിടെ ആരും ഇല്ലല്ലോ. എന്നാ പിന്നെ ഇറങ്ങ്. നമ്മളിപ്പോ എന്താ ചെയ്യാ? അവനെ നമ്മൾ വൈകിട്ട് വന്ന് കാണാം. ഇപ്പൊ നമുക്ക് സിനിമയ്ക്ക് പോവാം. അവിടെ നോക്കടാ. ആഹ്, അവള് നടന്നു വരുന്ന കണ്ട എന്തൊരു ഭംഗിയാ. അതെടാ, അവളെ കാണുമ്പോ എനിക്ക് എന്തൊക്കെയാ തോന്നടാ. ഡാ, അവളിനി ആരും നോക്കരുത്. അവളിനി എന്റെ പെണ്ണ. അവളെ ഞാൻ എങ്ങനെ വളച്ചെടുക്കും നോക്കോ. നിങ്ങൾ ആരാ? ഞങ്ങൾ സാറിന്റെ പഴയ സ്റ്റുഡൻസാ. ഓ അത് ശരി. അങ്ങോട്ടിരിക്കെ, സാർ അകത്തുണ്ട്, വരാൻ പറയാം. ശരി. വെയിറ്റ് ചെയ്യേ, ഞാൻ സാറിനോട് വരാൻ പറയാം. ഓക്കെ. ആരാണ്? സാർ നമസ്കാരം. സാറേ. നിങ്ങളാണോ? നമസ്കാരം. 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 ഞങ്ങളൊക്കെ ഇവിടുത്തെ ഷുഗർ മില്ലിൽ വർക്ക് ചെയ്യുന്നതാ സാർ. ഓഹോ, അങ്ങനെയാണോ? അറ്റ് ദ സെയിം ടൈം ഈ ഏരിയയില് കുറച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളും കലാപരിപാടികളും ഉണ്ട്. അതെനിക്കറിയാലോ, അത് പേപ്പറിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ സാറിന്റെ അടുത്തൊരു സഹായത്തിന് വേണ്ടി വന്നതാ. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറ. നമ്മുടെ ഈ സ്ഥലത്തെ മലമുകളിൽ കുറച്ച് കൃഷിഭൂമിയുണ്ട്. ആ കൃഷിഭൂമിയിൽ നമ്മുടെ നാട്ടിലെ കർഷകരാണ് കുറേ കാലങ്ങളായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആരും അങ്ങോട്ട് പോകുന്നില്ല. കാരണം പുറം രാജ്യങ്ങളിൽ നിന്ന് സാമൂഹ്യദ്രോഹികൾ അവിടെ ചെന്ന് കൂടാരം കെട്ടി കൊലയും കൊള്ളയുമായി കഞ്ചാവും അബിനും പോലത്തെ മയക്കുമരുന്നുകൾ കൊണ്ട് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ബലാത്സംഗം ചെയ്യുകയും ഇങ്ങനത്തെ സാമൂഹ്യ വിരോധമായ പ്രവൃത്തികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ കുറെ തവണകളായി ഇൻസ്പെക്ടറെ കണ്ട് കുറെ കേസുകൾ കൊടുത്തതാണ്. പക്ഷേ ഈ ഇൻസ്പെക്ടർ ഒരു FIR പോലും ഫയൽ ചെയ്തിട്ടില്ല. കാരണം പുള്ളി അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഞങ്ങൾ കൊടുക്കുന്ന കംപ്ലൈന്റുകൾ കാണാത്ത രീതിയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ സാമൂഹ്യ വിരോധികളെ നമ്മൾ എങ്ങനെയും ഒതുക്കിയേ പറ്റുള്ളൂ. അതിന്റെ ആവശ്യത്തിനാണ് സർ നിങ്ങളോട് സഹായം ചോദിച്ചു വന്നത്. ഇളങ്കോ, നിങ്ങൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി സഹായം ചോദിക്കുന്നു. ചെയ്യേണ്ടത് എന്റെ കടമയാണ്. നിങ്ങൾക്ക് ഞാൻ എന്ത് സഹായം ചെയ്യണം? പറയാം സർ. അതിൻ്റെതായ സമയം വരുമ്പോ നിങ്ങൾ വീണ്ടും കണ്ട് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ സർ. നിങ്ങൾക്ക് ഏത് സമയത്തും എന്നെ വന്ന് കാണാം. പോരെ? താങ്ക് യു സർ. ഓക്കെ സർ, ഞങ്ങൾ പോയിട്ട് വാ.
ഒടുക്കത്തെ ഹാൻസം ആയി പോയി ഞാനിപ്പോ. ഡാ മച്ചു, നിന്നെ ഒരുപാട് ദിവസമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. നിനക്ക് എന്തോ വ്യത്യാസമുണ്ട് കേട്ടോ. അതേടാ, നമ്മുടെ ക്ലാസ്സിൽ പുതിയതായിട്ട് ഒരു പെണ്ണ് വന്നിട്ടില്ലേ? അവളുടെ പേര് എന്താണ് ഇപ്പോ? അയ്യോയ്യോ, ആ അനിത. ആ കുട്ടിയെ കണ്ട നാള് തൊട്ട് എന്റെ മനസ്സ് എന്തൊക്കെയോ ആവുന്നടാ. അതേടാ, അവളെ കാണുമ്പോഴേ എന്നാ ഭംഗിയാ. അവള് പയ്യനെ പയ്യനെ നടന്നു വരുമ്പം എന്റെ മനസ്സ് കിടന്ന് പിടയ്ക്കുവാ. നിർത്തടാ. എനിക്ക് അവളോട് എന്തുവാടേ ഒന്നും മനസ്സിലായില്ലേ? ഞാൻ അവളെ പ്രേമിക്കുന്നടാ. ഓഹോ. ഡാ മച്ചു, നീ മനസ്സിൽ വെറുതെ ഓരോന്ന് ആഗ്രഹിച്ചു കൂട്ടണ്ട കേട്ടോ. അവള് പെട്ടെന്നൊന്നും വീഴുന്ന ടൈപ്പ് അല്ലാന്നാ തോന്നുന്നേ. അയ്യോ ഡാ, ഈ ഗോപി ആരാ മോൻ? വിചാരിച്ചത് സാധിക്കാതെ വിടോ? ഇതൊന്നും പറ്റാത്ത കാര്യം നീ എങ്ങനെ പറയും? ഈ ഗോപി മനസ്സ് വെച്ചാ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇവളെയൊക്കെ എനിക്ക് വളരെ ഈസിയാടാ. Good morning, sir. Good morning. Sit down, sit down. Let us take lesson on imperialism. അടിപൊളിയായിട്ടുള്ള കുമുദ ടീച്ചർ എവിടെയോ പുറപ്പെട്ടല്ലോ. ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അവരെ ലൈൻ അടിച്ച മതിയാവൂ. അതെ അതെ, ഈ പ്രാവശ്യം മിസ്സാവാൻ പാടില്ല. എന്തൊരു നടത്തവാ. ഓഹോ, ഇത് കാണുമ്പോ എന്റെ ഈശ്വര, ഒട്ടും സെൻസ് ഇല്ല. വട്ട് കേസാന്ന് തോന്നുന്നു. എനിക്കാണോ വട്ടെന്ന് പറയുന്നത്? ഏയ്, ഇവനായിരിക്കും. എന്നെയല്ല. 1 2 ഓടി വന്നൊക്കെ നശിപ്പിച്ചില്ലടാ പറമ്പ് വിട്ടി. ഞാനാണോ? ഓ, നിന്നെയൊക്കെ പോടാ പോടാ. അവന്റെ മോന്തേ. എന്തുവാടാ? ഡാ, സൈക്കിളൊന്ന് പിടിച്ച ലേസ് അഴിഞ്ഞു പോടാ. ഭാഗ്യം പാന്റ് അഴിഞ്ഞു പോയില്ലല്ലോ. ഡാ, അവൻ നിന്നെ കളിയാക്കുന്ന നോക്ക്. എടാ, നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ഇന്നലെ ആ മങ്കി മാസ്റ്ററിനെ പറ്റിച്ച് നമ്മളൊക്കെ സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തു. ഞങ്ങള് പോയി, പക്ഷെ നീ എങ്ങോട്ടാ പോയത്? സിനിമയില് ഫൈറ്റ് അടിപൊളിയാടാ. അതേടാ, അടിപൊളിയായിരുന്നു. എടാ, ഒരു പ്രാവശ്യം കൂടി ആ പടം കാണണോടാ. എടാ, ഇങ്ങോട്ട് നോക്കിയേ. നമ്മൾ എന്താ പറയുന്നത്, അവൻ എന്താ ചിന്തിച്ചോണ്ടിരിക്കുന്നത് നോക്കിയേ. ഇവൻ എന്തോ സംഭവിച്ചു. അതെടാ, നീ എന്താടാ സിനിമയ്ക്ക് വരാത്തെ? ശരിയടാ, ഞങ്ങളൊക്കെ സിനിമയ്ക്ക് പോയപ്പം നീ മാത്രം എങ്ങോട്ടാ പോയത്? പറയാളിയാ. ഡാ, എനിക്ക് താല്പര്യമില്ലാത്തോണ്ടാ. അപ്പൊ നീ ഞങ്ങളോട് സത്യം പറയില്ല. എടാ, ഇവന്റെ സംഗതി നമുക്ക് സ്കൂളിൽ നിന്ന് നോക്കാം. സെറ്റാവുന്നില്ലല്ലോ. എന്റെ കുമുദേ, നിന്റെ കരിമിഴികളും വാല് പോലെയുണ്ട്. വാലെന്ന് വെച്ചാൽ ഒരുപാട് നീളം ഉണ്ടാവുമായിരിക്കുമല്ലോ. ക്രിക്കറ്റ് ബോൾ. നിന്റെ കൈയാണെങ്കിൽ വിറക് കൊള്ളി പോലെയുണ്ട്. ക്രിക്കറ്റ് ബാറ്റ് പോലെയുണ്ട്. ഇതൊന്നും ശരിയാവുന്നില്ലല്ലോ. ഇപ്പൊ എങ്ങനാ കവിത എഴുതുക? ഇവിടെ ഇരുന്ന് ഇവൻ എന്താ ചെയ്തോണ്ടിരിക്കുന്ന? പരീക്ഷ എഴുതാം. എന്താ എഴുതുന്നത് കണ്ടുപിടിക്കണം. എന്റെ പൊന്നു കുമുദേ,
നീ ഒരു പ്ലേ ഗ്രൗണ്ടാണ്, അതിൻ്റെ ഉള്ളിൽ ഞാനൊരു കളിക്കാരനും. കവിതയാണോ? ശരി, എന്ത് കളിക്കാരനാണ് ഈ ഞാൻ? ഇത് ശരിയാവില്ല. നിനക്കൊരിക്കലും കുമുദ സെറ്റാകില്ല. എന്നാ പിന്നെ സ്വന്തമായിട്ട് തന്നെ കവിത എഴുതിയാലോ? 1000 താമര മുട്ടുകളെ ഇങ്ങോട്ട് വന്ന് ആനന്ദമായിട്ട് നൃത്തം ചെയ്യൂ. ഇതിൽ നമ്മളുടെ ആളുടെ പേരൊന്നും വന്നില്ലല്ലോ. മഴ, രാത്രിയിൽ മഴ പെയ്യുന്നു. എന്റെ ടീച്ചർ കുമുദേ, ഓരോ മഴത്തുള്ളിയിലും നിന്റെ മുഖമാണ് കാണുന്നത്. എന്ന് സ്നേഹത്തോടെ നിന്റെ ആള്. ഈ ലെറ്റർ ആണ് സൂപ്പർ. ഇത് കൊടുത്തിട്ട് കുമുദേനെ സെറ്റപ്പ് ആക്കണം. ഇനി എന്തോന്നിനാ ഇത്? അവസാനം എനിക്ക് തന്നെ പണി കിട്ടി. എന്താ എഴുതിയിരിക്കുന്നത്? 1000 താമര മുട്ടുകളോ? എന്റെ കൂടെ വന്ന് ആനന്ദമായി ആഘോഷിക്കാവടാ, ആഘോഷിക്കാം. ഇത് എവിടെ കാണിക്കണോ അവിടെ ഞാൻ കാണിക്കാം. ഈ കടൻ എന്തെങ്കിലും വായിച്ച് കഴിക്കാടാ. വാടാ വാടാ. കാശ് ആരാടാ കൊടുക്കുന്നത്? എടാ, അതല്ലേ ഫൈനാൻസർ നമ്മൾ അടുത്ത് തന്നെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ കാശിനെ കുറിച്ച് വിഷമിക്കുന്ന? എടാ, അനിക്കേക്ക് പറയടാ. നിന്നെ കൊണ്ടൊക്കെ ശല്യമായി. എന്തെങ്കിലും ഒരു ചെലവ് എന്നെ കൊണ്ട് ചെയ്യിക്കാണ്ടിരിക്കൂലല്ലോ. എന്റെ കയ്യിൽ ഇപ്പൊ ഒരു 50 രൂപയുള്ളൂ. എല്ലാവർക്കും ഓരോ പീസ് കേക്ക് മേടിക്കാം. എടാ, നീയാണ് കൂട്ടുകാരൻ. ഡാ, പിടിക്കടാ. എനിക്ക് ഒരു പീസ് കടാ. അളിയാ, നീ പഴയതുപോലെ അല്ല. നീ ഇപ്പൊ ഒരു കവിയെ പോലെയായി. എപ്പോഴും വല്ല ചിന്തയിലും ആയിരിക്കും. അങ്ങനെ ഒരു കാര്യമില്ല. മച്ചാനെ, അതെന്താന്ന് എനിക്കറിയാം. എന്തോന്നാടാ? എല്ലാം പ്രേമസ്ഥാനുമാണ്. അതേടാ മച്ചാനെ, അവനൊരു സമയമാകുമ്പോ ആളെ മാറിപ്പോവും. ഇപ്പൊ നല്ല ലവ് മൂഡിലായപ്പോ ആരോടും ഒന്നും പറയാതെ അവൻ എല്ലാം മനസ്സിനുള്ളിൽ വെച്ച് ഇങ്ങനെ ആസ്വദിക്കാടാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. നീ നിർത്തടാ, ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഈ അനിതയും കൂടി ക്ലാസ്സില് കണ്ണുകൾ കൊണ്ടുള്ള പ്രേമക്കളി ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. വെറുതെ നിങ്ങളിങ്ങനെ കണ്ടിട്ട് ലവ് ഒന്നും അതും ഇതൊന്നും പറയണ്ട. അപ്പൊ അവളും നോക്കുന്നുണ്ട്, നീയും നോക്കുന്നുണ്ട്. അപ്പൊ എന്താടാ അർത്ഥം? എടാ, നീ ഇപ്പൊ ഒന്നും പറയണ്ട. ഒരു ഹണി കേക്ക് കൂടെ പറ. കൊള്ളാം കേട്ടോ. അളിയ, ഇവനെ ഇവിടെ വിട്ടാലുണ്ടല്ലോ, ഇവൻ മൊത്തം ബേക്കറിയും തീർത്തിട്ടേ വരുള്ളൂ. നമുക്കിറങ്ങാം, ബാ. ഇനിയും മേടിച്ചു തരുമെന്ന് തോന്നുന്നില്ല. കണക്കാണ് വലുത്. ഈ ലോകം തന്നെ ഒരു കണക്കിട്ടാ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കണക്കാണ് വലുത്. ആ കണക്ക് നോക്കുന്ന കമ്പ്യൂട്ടറിലല്ലേ? അപ്പൊ കമ്പ്യൂട്ടറാണ് വലുത്. കണക്കാ വലുത്. കമ്പ്യൂട്ടറിനെ കുറ്റം പറഞ്ഞോണ്ടല്ലോ. ഗേറ്റാണോ വലുത്? വെറുതെ സംസാരിക്കരുത്. കമ്പ്യൂട്ടറാ വലുത്. അല്ല, കണക്കാ വലുത്. കമ്പ്യൂട്ടറാ വലുത്. കണക്കാ വലുത്. കമ്പ്യൂട്ടറാണോ വലുത്? കണക്കാ വലുത്. കമ്പ്യൂട്ടർ വലുതെന്ന്. എന്തോന്നാ വലുതെന്ന് പറയുന്നത്? കണക്കാണ് വലുതെന്നാ ഞാൻ പറയുന്നത്. കമ്പ്യൂട്ടറാണ് വലുതെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ പറയുന്നതൊന്നും വലുതല്ല. വലുതെന്താന്ന് വെച്ചാ 2 കഷണ്ടി തലമാരും കാണുന്നില്ലല്ലോ. ഇതാ, ഞാൻ ഇവിടെയുണ്ട്. ഞാൻ ഇവിടെ ഉള്ളത്. തള്ളി താഴെ ഉണ്ടല്ലോ. ഇപ്പൊ മനസ്സിലായോ ഏതാണ് വലുതെന്ന്? ഒരു ചെറിയ ഇളക്കം തട്ടിയപ്പോഴേ നിങ്ങൾ രണ്ടുപേരും ഓരോ ഭാഗത്തേക്കാണ് പോയത്. സോ മനുഷ്യൻ തന്നെയാണ് വലുത്. മനുഷ്യനാണെന്ന് പറഞ്ഞില്ലേ? കമ്പ്യൂട്ടർ വലുത് ഞാൻ പറഞ്ഞില്ലേ? അതൊന്നും അല്ല, മനുഷ്യനാണ് വലുത്. പോയി പണി നോക്കണോ? കണക്കാ വലുത്. ഇല്ല, കമ്പ്യൂട്ടറാ വലുത്. കണക്കാണോ വലുത്? നിങ്ങളെ 3 പേരും പ്രിൻസിപ്പൾ അന്വേഷിക്കുന്നുണ്ട്. ഏതാണ് വലുതെന്ന് പറഞ്ഞു തരാം. ഇവിടെ നടത്ത കണ്ടോ?
കണക്ക് മാഷുമില്ല PT മാഷുമില്ല. അപ്പൊ നമുക്കൊരു കൈ നോക്കാം. എന്റെ ഈശ്വര, ഭാഗ്യം ആരുമില്ല. സ്വസ്ഥം. കള്ളു കുടിക്കാൻ പോവാണോ? ഓക്കെ ഓക്കെ, ഒഴിക്ക്, കുറച്ചുകൂടെ ഒഴിക്ക് സാറേ. ശരി ശരി. മതി മതി മതി. ഇപ്പൊ വെള്ളം ഒഴിക്ക്. മതി മതി മതി, നിർത്ത്. ഇപ്പൊ വിരലുകൊണ്ട് നന്നായിട്ടൊന്ന് കലക്കിക്കോ. ചിപ്സ് ഉണ്ടോ സാറേ? ചിപ്സ് ഇല്ലല്ലോ. സാരല്ലോ, ഒറ്റ വലിക്കങ്ങ് കുടിച്ചോ. നല്ല പരിചയമുണ്ട് സാറേ നിങ്ങൾക്ക്. ഡെയിലി അടിക്കോ? ഇതാരാ സംസാരിക്കുന്നേ? ഞാനാ സാറേ. എടോ, അന്ന് ഫയല് കൊണ്ടുപോയി ഓഫീസിൽ വെക്കെന്ന് പറഞ്ഞപ്പോ അതെന്റെ ഡ്യൂട്ടി ഇല്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ ഡ്യൂട്ടി സമയത്ത് കള്ളു കുടിക്കുന്നല്ലോ, ഇതാണോ തന്റെ ഡ്യൂട്ടി? ഒരു അബദ്ധം പറ്റിപ്പോയതാ സാർ, ആരോടും പറയല്ലേ സാർ. ജോലി നഷ്ടപ്പെടുന്ന നോക്കണോ, അതാണ് എന്റെ ജോലി. ഇപ്പൊ കണ്ടോടാ. ഈശ്വര, കൊരങ്ങന്റെ കയ്യിലാണല്ലോ കുടുങ്ങിയത്. കമലേ, വരൂ വരൂ. ഒരു സന്തോഷം അറിയിക്കാനാ. നമ്മളെ സ്കൂളിലെ സ്റ്റുഡന്റ് അനിത ഇന്റർനാഷണൽ കവിത മത്സരത്തിൽ 1ാം സമ്മാനം വാങ്ങിയിരിക്കുന്നു. ഈ സന്തോഷ വാർത്ത നോട്ടീസ് ബോർഡിൽ ഇട്ടേക്ക്. അത് മാത്രമല്ല, രാവിലെ എല്ലാവരെയും ഒന്ന് അറിയിച്ചേക്ക്. ഇപ്പൊ പോയിക്കോളൂ. കുട്ടിയെ കൊണ്ട് ഈ സ്കൂളിന് അഭിമാനമാണ്, നമ്മുടെ നാടിന് തന്നെ അഭിമാനമല്ലേ. എനിക്ക് തോന്നുന്നത് നിന്റെ ജീവിതത്തിൽ വലിയൊരു കവയത്രി ആകുമെന്നാ തോന്നുന്നത്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. പോയിട്ട് വാ. അങ്ങനെ തന്നെ, നല്ല വലിച്ചു വിട് സാർ. അങ്ങനെ തന്നെ, നന്നായി വലിക്ക് സാർ. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ സാറ്. ട്രെയിനിന്റെ പുക കണ്ടിട്ടില്ലേ, അതുപോലെ വിട് സാർ. അത് തന്നെ, അങ്ങനെ തന്നെ. അടിപൊളി അടിപൊളി സാറേ. ബസ് പോലെ പുക വിടാറില്ലേ സാർ? അതെങ്ങനെയാ സാറേ? അത് ബസ് പോലെ എനിക്ക് വിടാൻ അറിയില്ലല്ലോ. നല്ല കണക്ക് സാറേ. ഞാനൊരു ക്വാർട്ടർ അടിച്ചെന്ന് വെച്ച് പ്രിൻസിപ്പാളിനോട് ചെന്ന് പറയുമെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ സ്കൂളിൽ തന്നെ സാറ് പുകവലിക്കല്ലേ. ഞാനിപ്പോ പോയി പറഞ്ഞിട്ട് വരാം. വാച്ച്മാൻ സാർ, വാച്ച്മാൻ സാർ, പോകല്ലേ പോകല്ലേ. വാച്ച്മാൻ സാറേ, പോകല്ലേ പോകല്ലേ. ഒന്ന് നിക്ക്. വാച്ച്മാൻ സാറേ, വാച്ച്മാൻ സാറേ, നമുക്കുള്ളിൽ ഒരു ജെന്റിൽമെൻ അഗ്രിമെന്റ് ഇട്ടാലോ? എങ്ങനെ എങ്ങനെ? കൈപൊക്ക്. ഇപ്പൊ കാലും പൊക്ക്. എടോ, സത്യം ചെയ്യാൻ കൈ വെക്കാതെ. അങ്ങനെ നിങ്ങൾ വെള്ളം അടിച്ചത് ഞാൻ പ്രിൻസിപ്പാളിനോട് പറയില്ല. അപ്പൊ സാറ് പുകവലിച്ചത് ഞാനും പറയില്ല. നിങ്ങൾ രണ്ടുപേരും ചെയ്ത കാര്യം ഞാൻ പ്രിൻസിപ്പാളിനോട് പറയും. സ്കൂളിനെ നോക്കാൻ വന്ന വാച്ച്മാൻ വെള്ളം അടിക്കുന്നു, സ്കൂൾ പിള്ളേർക്ക് പാഠം പറഞ്ഞു കൊടുക്കേണ്ട ഒരു അധ്യാപകൻ സിഗരറ്റ് വലിക്കുന്നു. ഇതൊക്കെ ന്യായമാണോടോ? ഞാനിത് പ്രിൻസിപ്പാളോട് പറയും. അയ്യോ സാർ, ചെയ്യല്ലേ സാർ, ചെയ്യല്ലേ സാർ, വേണ്ട സാർ. അനിത, ഞാൻ നീ എഴുതിയ കവിത വായിച്ചു. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. ഓക്കേ, താങ്ക് യു. ഒരു മിനിറ്റ്. അതല്ല, നിങ്ങളുടെ കവിത നല്ല രസമുണ്ടായിരുന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് തന്നോട്ടെ. ജസ്റ്റ് ഒരു എടാ, അങ്ങോട്ട് നോക്കടാ.
ദേ ഇവിടെ ഉണ്ട്. എടാ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു ഞങ്ങള്. എടാ നീ ഇവിടെ നിന്ന് വലിച്ചോണ്ടിരുന്നോ? അവിടെ അവൻ അവൾക്ക് പൂ കൊടുത്തു. എന്താടാ പറയുന്നത്? അതേടാ മച്ചു, PT ക്ലാസ്സിലെ അനിതന്റെ അടുത്ത് സതീഷ് മെല്ലെ സംസാരിക്കുന്നത് കേട്ടടാ. റോസാപ്പൂ കൊടുത്തടാ മച്ചു, അവളും അത് വാങ്ങിയടാ. നിന്റെ കാര്യം പാരയടാ. എന്ത്? ഡാ അവൻ അവൾക്ക് പൂവല്ലേ കൊടുത്തോളൂ. ഞാൻ എന്താ കൊടുക്കാൻ പോകുന്നത് കണ്ടോ? അതിനുശേഷം അവള് തന്നെ എനിക്ക് തന്നിട്ട് അവള് പിന്നെ എന്റെ പിന്നാലെ തന്നെ ആയിരിക്കും. ഹായ് അനിത, നിന്റെ കവിത വായിച്ചായിരുന്നു, വളരെ നന്നായിരുന്നു. അതുകൊണ്ട് നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗോൾഡ് ചെയിൻ. I don't like this nonsense. ഏ അനിത, അവൻ റോസ് എന്നാ നീ വാങ്ങിച്ചോളൂ. ഞാനൊരു ഗോൾഡ് ചെയിൻ കൊടുത്താ നീ വാങ്ങിക്കില്ല. ചൂടാവരുത്. ഇതിന് ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അനിത, I'm so sorry. ഞാനങ്ങനെ പറഞ്ഞത് തെറ്റായി പോയി. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. I love you. Stupid. Get lost. അനിത, ഞാൻ നിന്നെ തന്നെ പ്രേമിക്കും. നീയും എന്നെ തന്നെ പ്രേമിക്കും. ആണല്ലോ. എന്താ ഇവന് വട്ടായോ? നമസ്കാരം സാർ. നമസ്കാരം PT സാറേ. നിങ്ങളോട് പ്രിൻസിപ്പാള് മീറ്റിംഗിന് വരാൻ പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം. നീ നിന്റെ ജോലി നോക്ക്. ഓക്കെ. അത് ഇങ്ങനെ ഇട്ടിട്ട്
അതിന്റെ കൂടെ കൂട്ടിയാൽ ഇത് കിട്ടണം. ശരിയാ. പക്ഷേ ഉത്തരം കിട്ടുന്നില്ലല്ലോ. കുമതിക്ക് വേണ്ടി സ്ഥലം പിടിച്ചു വെച്ചിരിക്കുകയാണോ? എങ്കിൽ നിനക്കൊരു പണി ഞാൻ തരാം. ഞാൻ ദാ ഇവിടെ ബുക്ക് ചെയ്തു. അതിന് ഞാൻ ഇപ്പുറത്ത് ഇടുവടാ. ഇതെന്തിനാ ഇങ്ങനെ കർച്ചീഫ് ഇട്ട് വെക്കുന്നത്? പുറത്തു കൊണ്ടിടാവല്ലോ. എന്തൊരു ജന്മങ്ങളാ. അയ്യോ, ഈ കണക്കിന് എനിക്ക് ഉത്തരം കിട്ടുന്നേ ഇല്ലല്ലോ. ഗുഡ് മോർണിംഗ് കുമുദ. ഇവിടെ ഇരുന്നാട്ടെ, ഇവിടെ ഇരുന്നാട്ടെ. ഗുഡ് മോർണിംഗ്. കഷ്ടപ്പെട്ട് ലൈൻ അടിക്കാന്ന് വിചാരിച്ച ഒരു ബുദ്ധിമുട്ടില്ലാതെ അവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയല്ലോ. അവന്റെ നല്ല സമയം അല്ലാതെന്താ? അൽജിബ്രായിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ അതിനെ പറ്റിയല്ല പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. നമുക്ക് അത്രേ ഭാഗ്യമുള്ളൂ. എന്റെ കുമുദേ, നീ എവിടെ ഇരുന്നാലും എന്റെ ഭാര്യ തന്നെ. അവനെ പറഞ്ഞിട്ട് എത്ര നേരായി? എവിടെ പോയി കടക്കാണോ? ഇവനൊക്കെ എന്ത് ചെയ്യാനാ? എന്നെ പറഞ്ഞാ മതി. എപ്പോഴാണ് വരിക? നീ പോയി പറഞ്ഞല്ലോ, അവനൊന്നും ഇപ്പൊ വരില്ല. എവിടെ പോയതാടാ? എടാ സോറി, കുറച്ച് ലേറ്റായി പോയി. എന്താടാ അത്രയും നേരം? അതല്ലടാ, നമ്മുടെ ഹോസ്റ്റൽ ഗേറ്റില് പഴയ വാച്ച്മാൻ അല്ല, പുതിയൊരു വാച്ച്മാൻ നിൽക്കുന്നു. അവൻ കാണാതെ വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയമായിടാ. ശരി, ആ മിക്സർ പാക്കറ്റ് എടുക്ക്. എടാ സോറി, മിക്സർ മേടിക്കാൻ മറന്നുപോയി. ശരിടാ, ബീർ മാത്രമെങ്കിലും കുടിച്ചാലോ? ഡാ, നീ കുടിക്കില്ലല്ലോ, പിന്നെന്തിനാ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളുടെ മോന്ത തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എണീച്ച് പോടാ, എന്തെങ്കിലും പഠിക്കാണെങ്കിൽ പഠിക്ക്. ഇവനൊക്കെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നതാവോ? മച്ചാനെ, നിങ്ങൾ എന്നെ പറയടാ, എന്നെ കണക്കുള്ളൂല്ലേ? എനിക്കെന്താടാ കുറവ്? എന്നെ ഇഷ്ടമല്ലെന്ന് അനിത അത്രയും ഒച്ച വെച്ചിട്ട് പോയി. ഒന്നിനും കൊള്ളത്താരാടാ അവൻ. അവനെയൊക്കെ അവള് പ്രേമിക്കുന്നടാ. ഡാ മജു, അവള് നിനക്കുള്ളതാടാ, നീ വിഷമിക്കണ്ടടാ. വിഷമിക്കണ്ട. എങ്ങനെയാടാ? ഞാൻ പറയടാ, അവൻ പറയുന്നത് സത്യമാടാ. അവന്റെ പ്രേമം ഇപ്പോഴാ മുട്ടിടാൻ തുടങ്ങിയത്. അത് മൂത്ത് പഴുക്കുന്നതിന് മുമ്പേ അതിനെ പിച്ച് കളയടാ, ഇല്ലെങ്കിൽ അവള് നിനക്ക് കിട്ടില്ലടാ. അതെടാ, നീ പറഞ്ഞതാ ശരി. അവര് പ്രേമിക്കാൻ പാടില്ല. പ്രേമിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തു പറ്റി? അനിത എന്താ സ്കൂളിലേക്ക് വരാത്ത? അവൾക്ക് സുഖമില്ല. അതെങ്ങനെ? ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ടതല്ലേ, അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഞാൻ ഫോൺ വിളിച്ചിട്ട് അവൾ എടുത്തിട്ടില്ല. എന്താ പറ്റിയേ? പറ. ഗോപി ഇന്നലെ അനിതയോട് നിന്നെ പ്രേമിക്കുന്നു എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു. അവളെ ടോർച്ചർ ചെയ്യായിരുന്നു. അതുകൊണ്ട് അവള് ടെൻഷനായി ഹോസ്റ്റൽ റൂമില് രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നത് കൊണ്ട് ഹെഡേക്ക് വന്നു. അതുകൊണ്ട് അവള് ഹോസ്റ്റലിൽ തന്നെ കിടന്ന് ഉറങ്ങുക. ശരി, ഞാൻ പോട്ടെ. എല്ലാവരും പോയി. എടാ ഗോപി, നീ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. ഇത് ഞാൻ കുറെ കാലമായിട്ട് ചെയ്യുന്നടാ. ഞാൻ പറഞ്ഞ നിന്റെ സിഗരറ്റ് വലിയെ പറ്റിയല്ല, ഞാൻ അനിതയുടെ കാര്യമാണ് പറയുന്നത്. നീ ആവശ്യമല്ല ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയ്ക്കും കയറരുത്. ഇത് നീ ആവർത്തിക്കരുത്. നീ എന്തൊക്കെയാടാ പറയുന്നത്? അവളെ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അത് ചോദിക്കും നീ ആരടാ? എടാ, ഞങ്ങള് രണ്ടുപേരും സ്നേഹത്തിലാ. നീ എന്തിനാ അതിന്റെ ഇടയ്ക്ക് കയറുന്നേ? എന്താടാ എന്നോട് കളിക്കാൻ നിക്കണ്ടേ? ഇവിടെ തന്നെ നിന്നെ വെച്ച് ഞാൻ കൊന്നുകളയാ. കൈയെടുക്ക. എന്റെ പെണ്ണിനെ പ്രേമിക്കാൻ നടക്കല്ലേ? കൈയെടുക്ക, ഞാൻ പറഞ്ഞോണ്ടിരിക്കല്ലേ. എടാ നിക്കവിടെ, ഓടല്ലേ, അവിടെ നിക്കടാ. നിക്ക്. എടാ നിക്കടാ, എങ്ങോട്ടാ നീ പോകുന്നത്? നിക്ക്, എനിക്ക് സംസാരിക്കണം. നിക്കവിടെ.
എടാ ഞാൻ പറയുന്നില്ലേ ഒരൊറ്റ പ്രാവശ്യം നീ അനധികൃത കാര്യത്തിൽ ഇടപെട്ടാല് ഞാൻ നിന്നെ കൊല്ലൂടാ. നിക്കണ അവിടെ. എന്താടാ ഇത്, സ്കൂളാണോ അല്ലെങ്കിൽ മാർക്കറ്റാണോ? റൗഡികളെ പോലെ വഴക്കുണ്ടാക്കുന്നു. എന്താടാ പ്രശ്നം? പറയടാ, പറയ. ഹലോ സാർ, ഞാൻ പറയാ സാർ. സതീഷും അനിതയും പ്രേമിക്കുന്നു സാർ. സാർ അങ്ങനെയൊന്നുമില്ല സാർ, അവൻ കള്ളം പറയാ സാർ. പിന്നെ എന്തിനാടാ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കുന്നത്? ഇവർ രണ്ടുപേരും ഇടയ്ക്കിടെ ക്ലാസ്സിലിരുന്ന് നോക്കുന്നുണ്ട്. എനിക്ക് ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സാറ്. അപ്പൊ ഞാൻ ചോദിച്ചു സാർ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ഉടനെ അവന്റെ ഷർട്ട് പിടിച്ച് അടിക്കാൻ വന്നു സാർ. സാർ ഇവൻ കള്ളം പറയാ സാർ. സാർ 11th പഠിക്കുന്ന ആ പെൺകുട്ടി അനിതയെ വിളിച്ചോണ്ട് വാ. എന്താ മോളെ, നിന്റെ പേരിലും സതീഷിന്റെ പേരിലും കംപ്ലൈന്റ് വന്നിരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ലവോ മറ്റോ? നോ സർ, അന്ന് സതീഷിന്റെ കവിത വായിച്ചിട്ട് വന്ന് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞില്ല സർ. നോക്ക്, നിങ്ങൾക്ക് 3 പേർക്കും ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനി നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിലുണ്ടല്ലോ, TC നിങ്ങളുടെ കൈ തന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിടും. മനസ്സിലായോ? ബി കെയർഫുൾ. ഓ എന്റെ മുമ്പിൽ നിന്ന്. A² + B² = C². ഈ കണക്ക് ശരിയായില്ല. ആ PT മാസ്റ്റർക്കും ടീച്ചർക്കും എന്താ കണക്ഷൻ നോക്കാം. മാത്സ് മാഷ് ഇരുന്നോണ്ടിരിക്കുന്ന അയാളുടെ ദേഹത്തങ്ങ കൊണ്ട് എന്നാ ചെയ്യും? കൊള്ളാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. എടാ എന്നാ പിടിച്ചോ. നിങ്ങളായിരുന്നു. വരൂ സാറേ. ഓ, ഞാൻ ഇനി എങ്ങോട്ട് വരാനാ? എപ്പോഴും തമാശയാണ് ഈ സാറിന്. എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കുക. ഇതെന്നെ ആശുപത്രിയാണ്, സ്കൂളല്ലേ? അതങ്ങ് വിട്ടേക്ക് സാറേ. ഞാൻ വിടരുത്. സ്കൂൾ ബെല്ലടിച്ചാൽ മാത്രമേ സ്കൂൾ വിടാൻ പാടുള്ളൂ. എന്റെ അമ്മച്ചിയോ, സംസാരിക്കാൻ വിടുന്നില്ലല്ലോ. അതെ, ഇവിടെ എന്താ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുവല്ലേ? കയ്യിൽ മൈക്കും വെച്ച് അരമണിക്കൂർ സംസാരിച്ചോണ്ടിരിക്കാൻ. അങ്ങനെ സംസാരിക്കണമെങ്കിൽ പോ, അങ്ങോട്ട് പോയി സംസാരിക്കും. തന്റെ കൂടെയൊക്കെ സംസാരിക്കാൻ വന്നില്ലേ, എന്നെ ചെരുപ്പ് കൊണ്ട് അടിക്കണം. കണക്കേ, അത്തരം പാവങ്ങളൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല. വേണേ ഞാൻ പിള്ളേരെ കൊണ്ട് അടുപ്പിക്കട്ടെ. പറഞ്ഞ പോലെ നമ്മളെ തല്ലിയല്ലേ ഇവൻ. മതി മതി, വന്നേ പോയേ പോയേ. നീ ഇങ്ങോട്ടോ, ഇതെടുത്തേ എടുക്കാൻ. ഇത് ശരിയാവില്ല, ഞാൻ ടോപ്പിക്ക് മാറ്റാം. പെട്ടെന്ന് ടോപ്പിക്ക് മാറ്റിക്കോ, അല്ലെങ്കിൽ നിന്നെ സ്കൂളിൽ നിന്ന് തന്നെ മാറ്റും. പിന്നെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? എന്തോന്ന്, ജോലിയൊക്കെ പോകുന്നു? അത് ശരി, അപ്പൊ എന്റെ ഈ ജോലി കളയാനുള്ള തീരുമാനമാണല്ലേ? എന്നിട്ട് ഞാൻ ജോലിയില്ലാതെ ഇങ്ങനെ തേരാപാര നടക്കണം, എന്റെ കുടുംബം നടുത്തരുവിൽ വന്ന് നിക്കണം, ഇതല്ലേ നിന്റെ ആഗ്രഹം? നന്നായിട്ടുണ്ട് സാറേ, നന്നായിട്ടുണ്ട്. എന്റെ കുടുംബം വഴിയാധാരമായിട്ട് നിൽക്കുന്ന നിനക്ക് നന്നായിട്ടുണ്ടോ? അതല്ലേ നടുത്തരുവിൽ കൊണ്ടുവന്ന് നിന്നത്, പിന്നെ അങ്ങനെ നന്നാവനാ? നാശമായിട്ട് പോകും സാറേ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, താൻ കണക്ക് മാഷാണെന്ന് ഓർത്തിട്ടാ ഞാൻ മിണ്ടാതിരിക്കുന്നത്. വരുന്നതൊക്കെ വരട്ടെ സാറേ, എന്റെ കാര്യത്തിലേക്ക് സാറ് എപ്പോഴാ വരാ? ഇന്ന് ചൊവ്വാഴ്ച ദിവസം നല്ലതല്ല. നാളെ ബുധനാഴ്ച അഷ്ടമി, വ്യാഴാഴ്ച നവമി, വെള്ളിയാഴ്ചയാണ് എനിക്ക് അമ്പലത്തിനും പോകണം. ശനിയും ഞായറുമാണ് സ്കൂളും ലീവ്. വേണമെങ്കിൽ തിങ്കളാഴ്ച ഞാൻ തന്നെ അങ്ങോട്ട് വന്നോളാം. ഓക്കെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ എവിടെ എങ്ങനെ എപ്പോ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ അങ്ങനെ അപ്പൊ വന്നോളാം. PT മാഷ്, എനിക്ക് പിടിച്ച് നിൽക്കാനാവില്ല. ഒന്നുമില്ല, നിങ്ങള് അല്ലെങ്കിൽ എന്നെ സംസാരിപ്പിക്കും. പറയണ്ടേ, അതിനു മുമ്പ് ഇവിടെ നോക്ക് PT മാഷ്, ഈ സ്കൂളിലെ പിള്ളേരൊന്നും ശരിയല്ല. ബോയ്സും ഗേൾസും ഒന്നിച്ചിരുന്ന് ലവ് ചെയ്യാ. നിങ്ങളും എന്റെ കൂടെ വന്നാ നമുക്ക് അവരുടെ പുറകെ ചെന്ന് അവരെന്താ ചെയ്യുന്നത്, എങ്ങനാ ചെയ്യുന്നത് എന്ന് നമുക്ക് എങ്ങനെ ഉറ്റു നോക്കാം. എന്റെ ജോലി ഒരു മാഷിന്റെ ജോലിയാണ്. നീ എന്നെ കൊണ്ട് വേറെ വല്ല ജോലിയും ചെയ്യിപ്പിക്കണോ? പിള്ളേരുടെ കയ്യിലിരിപ്പ് ശരിയല്ല സാറേ. എന്റെ കണക്കെ, 2 പിള്ളേര് സംസാരിച്ചു എന്ന് വെച്ച് നീ എന്തിനാ തെറ്റിദ്ധരിക്കുന്നേ? സബ്ജക്റ്റിൽ വല്ല സംശയം ചോദിച്ചു കാണും, അതെന്തിനാ തെറ്റിദ്ധരിക്കുന്നേ? അവരുടെ സ്വഭാവം ശരിയല്ല സാറേ. നിന്റെ നോട്ടം ശരിയല്ല. ഇത് നോക്കിയാ കണക്കെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ നിൽക്കരുത്. നീ ആദ്യം ക്ലാസ് റൂമിലോട്ട് പോയി പിള്ളേർക്ക് വല്ലതും പഠിപ്പിക്കാൻ നോക്ക്. അല്ലാതെ ആ പയ്യൻ അവളുമായിട്ട് സംസാരിച്ചു, ഈ പയ്യൻ ഇവളുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കാതെ മര്യാദക്ക് പോയേ. എന്താ പറയാൻ പിള്ളേരെ വിളിച്ച് പന്ത് കളിക്കാൻ പറയട്ടെ. സമാധാനം വേണ്ട സാറേ. ഗുഡ് മോർണിംഗ് സാർ. നിങ്ങളെ കാണാൻ കിട്ടുന്നില്ലല്ലോ. അതെ സാർ, ഒരു കോൺഫറൻസിന്റെ കാര്യമായിട്ട് ഞാൻ പുറത്തായിരുന്നു. ശരി, വാ. കുഴപ്പമില്ല സാർ, ഇവിടെ തന്നെ നിൽക്കുക സാർ.
എന്നാ ശരി, ഇവിടെ ഇരിക്കാം ഓക്കേ, നമുക്ക്. സർ. ആ, ഇരിക്കെ എല്ലാവരും ഇരിക്കും. പറയൂ. സർ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കൃഷ്ണഗിരിയുടെ മലയുടെ മേളിൽ സാമൂഹ്യ വിരോധികളുടെ പ്രവർത്തനങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുക സർ. അവരെയൊക്കെ ഞങ്ങളുടെ ടീമിലെ ആൾക്കാർ മലയുടെ മേളിൽ ചെന്ന് അവിടുന്ന് അടിച്ചോടിക്കാനുള്ള പ്ലാനാ സർ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സ്റ്റുഡൻസിന്റെ ഫോഴ്സ് ആവശ്യപ്പെടുന്നുണ്ട് സർ. ഓക്കെ, എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. വളരെ നന്ദി സർ. എങ്ങനെയുള്ള സ്റ്റുഡൻസ് നിങ്ങൾക്ക് സഹായമാവും? ഞങ്ങൾക്ക് കുറച്ച് NCC സ്റ്റുഡൻസ്, കരാട്ടെ സ്റ്റുഡൻസ്, കുറച്ച് സ്പോർട്സിന്റെ സ്റ്റുഡൻസും വേണം സർ. ഓക്കെ ഇളങ്കോ, എന്റെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. നന്ദിയുണ്ട് സർ. ആ, പിന്നൊരു കാര്യം, ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ആയിക്കോട്ടെ സർ. താങ്ക് യു വെരി മച്ച് സർ. ഓക്കെ സർ. വരട്ടെ സർ. ഓക്കെ സർ, കാണാം. കഴിക്ക്, എന്നിട്ട് പഠിക്ക്. അമ്മേ, ഒന്ന് വെറുതെ വിട്, ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കോ? എടാ, നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണമല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്, കഴിക്ക്. ദേ, ആ ബുക്ക് എടുത്ത് അങ്ങോട്ട് വെച്ചേ. ദേ, ഇത് കഴിക്ക്. ദാ, വെള്ളം കൊള്ളാവോ? എടാ സതീശ, രാത്രി കിടന്ന എനിക്ക് ഉറക്കം വരുന്നില്ല. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോ എന്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമം. നീ നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലി കിട്ടി നല്ലൊരു സ്ഥാനത്തെത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നടാ. എനിക്കാരാ ഉള്ളത്? നിന്റെ അച്ഛൻ എന്നെ വിട്ടേച്ചു പോയി. എനിക്കാകെ ഉള്ളത് നീ മാത്രല്ലടാ. അതാണ് എന്റെ ഏറ്റവും വലിയ വിഷമം. അമ്മേ, ഒന്ന് വെറുതെ ഇരിക്കോ? എപ്പോ നോക്കിയാലും ഇങ്ങനത്തെ കാര്യങ്ങൾ. എനിക്ക് ഭക്ഷണം വേണ്ട, നീ തന്നെ കഴിച്ചോ. കഴിക്കടാ. ഇവനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാ? ഇതുവരെ അവന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല. സർ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പറയൂ സർ. നമ്മുടെ കൃഷ്ണഗിരി മലയുടെ മേളില് സാമൂഹ്യ വിരോധമായ കുറെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള എത്ര കംപ്ലൈന്റ് കൊടുത്തിട്ടും ആൾക്കാർ മൈൻഡ് ചെയ്യുന്നില്ല സർ. അതുകൊണ്ട് അതിനെ തുടർന്ന് നമ്മുടെ നാട്ടിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് സർ. സോ അതുകൊണ്ട് ഈ സാമൂഹ്യ വിരോധമായ പ്രവൃത്തികളെ നിർത്താൻ വേണ്ടി നിങ്ങളടുത്തുനിന്ന് കുറച്ച് ലോ പോയിന്റ്സ് ചോദിക്കാൻ വന്നതാ സർ. ഈ സാമൂഹ്യ വിരോധമായ പ്രവൃത്തികൾ നിർത്താൻ അഡ്വൈസും ഐഡിയാസും ഒന്ന് തരണേ സർ. സാറിന്റെ സമയത്തിന് വളരെ നന്ദി സർ. ഈ ഓപ്പറേഷൻ സക്സസ് ആവട്ടെ സർ. ഓക്കെ, താങ്ക് യു സർ. ഞങ്ങൾ പോയിട്ട് വരാം. എന്നോട് ക്ഷമിക്കണം പീറ്റി, കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാൻ പോയതാ. പോടെ, ഞങ്ങളൊക്കെ പ്ലാൻ ചെയ്തല്ലേ എല്ലാം ചെയ്യുന്നത്. എന്റെ ദൈവമേ, എന്റെ ലവ് ലെറ്ററൊക്കെ ഇങ്ങനെ പിച്ചു ചിന്തി കളഞ്ഞല്ലോ മഹാഭാവി. നീ നശിച്ചു പോവടാ, നശിച്ചു പോവും. എങ്ങനെ ഈ കുമുദാനെ വളയ്ക്കുന്ന? ആ PT മാസ്റ്റർ കവിത എഴുതി കൊടുത്ത് ലൈൻ അടിക്കാൻ നോക്കുക. വിടാൻ പാടില്ല. എനിക്ക് വോളിബോൾ കളിച്ച് ഇവളെ എങ്ങനെങ്കിലും ലൈൻ അടിക്കണം. ഇത് എന്തൊരു നടത്തിയ എന്റെ ഈശ്വര. അതായത് എനിക്ക് വോളിബോളിനെ പറ്റി ഒന്നും അറിയില്ല. സർവീസ് ചെയ്യാം. എനിക്കിതിൽ എത്ര സർവീസ് ഇല്ല, എന്നാലും സാരമില്ല. നിങ്ങൾ അടുത്തുള്ളപ്പോ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇതല്ലേ സർവീസ്? എന്താ സാർ ഇത്? സർവീസ് ഇടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടുന്നത്? എനിക്ക് അറിയത്തില്ലെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ. കമ്പ്യൂട്ടറെ നിനക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. സംഗതി കൊള്ളാലോ. നമുക്കൊരു കൈ നോക്കാം. ഇങ്ങനെ പോയി ഇങ്ങോട്ട് വന്ന് പിന്നെ വീണ്ടും പോയി ഇങ്ങോട്ട് വന്ന് വീണ്ടും തിരിച്ച് ഇങ്ങനെ എങ്ങനെ പോയിന്ന് കണ്ടോ? ഇപ്പൊ സാറാ ബാൾ എടുത്തോണ്ട് വന്ന് ഒന്നിട്ട് കാണിച്ചേ. ചെല്ല്. നല്ലൊരു ചാൻസാ കിട്ടിയിരിക്കുന്നേ. ഇത് നല്ലൊരു ചാൻസാ. എന്താ
ടീച്ചറെ എന്നെ ഒന്ന് ബോൾ കളിപ്പിക്കാൻ പഠിപ്പിക്കോ? എന്റെ പൊന്നു ഓ ടീച്ചർ. അത് ശരി, വെയിറ്റ് ചെയ്യേ, പറഞ്ഞുതരാം. ആ വരൂ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തും പഠിക്കാം. ഇങ്ങനെ പോയി ഇങ്ങോട്ട് വന്ന് അങ്ങനെ ഇടണം. ആ പോയി വേഗം എടുത്തോണ്ട് ഇത്രയേ വരൂ. ഉള്ളൂ ടീച്ചറെ. ബോൾ എടുത്തോണ്ട് വാ, വേഗം വേഗം. താങ്ക് യു ടീച്ചർ. ടീച്ചർ എന്താണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? എന്തിനാ എല്ലാവരും ഇവിടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത്? എടാ എന്തിനാടാ ഗേറ്റിന്റെ അപ്പുറത്ത് നിന്ന് ക്യൂ നിൽക്കുവാണല്ലോ? എന്തിനാ ഇവിടെ നിന്നോണ്ടിരിക്കുന്നത്? വോളിബോൾ കളിക്കാൻ പോവാ സർ. വോളിബോളോ? എടാ എത്ര ദിവസമായിട്ട് ഞാൻ വിളിക്കുന്നു നിങ്ങളെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട്. കുമുദ ടീച്ചർ വിളിച്ചാൽ മാത്രം വരും അല്ലടാ? അവര് പറഞ്ഞു തരുന്ന പോലെ സാറ് പറഞ്ഞു തരാറില്ലല്ലോ. എല്ലായിടത്തിനും കൊല്ലും ഞാൻ. മാറോ. അമ്മാവാ, അമ്മാവനിതാ ഈ കോർട്ടില്. ഞാൻ പോകാത്ത കോർട്ടില്ല മോനെ, ഇപ്പൊ ഈ കോർട്ടിൽ വന്ന് നിക്ക. അതും ഓക്കെ, ഈ കോർട്ടിൽ എന്തിനാ വന്ന് നിക്കുന്നാന്ന് ചോദിച്ചേ. ടീച്ചർ വോളിബോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടത്രേ, അത് പഠിക്കാൻ വേണ്ടി വന്നതാ. ഒന്നിങ്ങോട്ട് നോക്കിയേ, കുഴിയിൽ കാലും നീട്ടി ഇരിക്കുമ്പോഴായിരിക്കും അവന്റെ ഒരു മന്മതലിയില്ല. ടീച്ചർ എന്തെങ്കിലും പ്രേമിക്കുമെന്നുള്ളൊരു പേടിയായിരിക്കും. ഇച്ചിരി പോന്നു. നിനക്ക് എന്തുവാടാ ജോലി ഇവിടെ? അവിടെ കുമുദ ടീച്ചർ എന്റെ ആള്. അടുത്താണെങ്കിൽ കമ്പ്യൂട്ടർ തലയൻ. അവൻ കറക്റ്റ് ചെയ്യാൻ നോക്കുവാണല്ലോ. എടാ കമ്പ്യൂട്ടറെ കാണിച്ചു തരാടാ. എന്താണ് അവിടെ നോക്ക്, അകത്തോട്ട് നോക്ക് സാറേ. ശരി, കാര്യം എന്താന്ന് പറയൂ. നിങ്ങളെ കാണാൻ ഹോളിവുഡ് ആക്ട്രസ് ആഞ്ചലിന ജോലി പോലെ തന്നെ ഉണ്ട്. എന്നോട് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എല്ലാരും നിന്നെ അങ്ങനെയാണ് പറയാറ്. ഞാൻ വേണേ പുതിയതായിട്ട് വേറെ പോലെ പറയട്ടെ? അതൊന്നും വേണ്ട, വന്ന കാര്യം എന്താന്ന് പറ. അത് പിന്നെ എങ്ങനെ പറയണ്ടെന്ന് വെച്ചാ, ഐ ലവ് യു. ചിരിക്കുവാണല്ലോ. ഞാനും നിങ്ങളെ ലവ്. താൻ എന്തിനോടെ തുമ്മിയത്? എന്റെ കുമുദേ, കണ്ടുപിടിച്ചു കുമുദേ. ആരോ നമ്മളെ കണ്ടുപിടിച്ചു. എന്താ ചെയ്യാ? നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ക്യാച്ച് ചെയ്തില്ലേ. അവന്മാരെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ബൈ. വൈകിട്ട് 6 മണിക്ക് പാർക്കിൽ വെച്ച് ഹലുവ മേടിച്ചോണ്ട് വരാന്നേ. പിള്ളേര് വല്ലതും കാണിച്ചാ എന്നോട് പറയണം കേട്ടോ. PT മാസ്റ്ററായിട്ട് പിന്നെ ഞാനെന്തിനാ ഇവിടെ? ഒരുത്തനും വിടില്ല ഞാൻ. നമസ്കാരം. അകത്ത് എന്തായിരുന്നു? ടീച്ചർ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെ നിന്നോണ്ടിരുന്നേ. എന്താ അകത്ത് എന്തായിരുന്നു? ക്ലാസ്സിൽ എന്തായിരുന്നു? പാഠം പഠിച്ചോ അല്ല പഠിപ്പിച്ചു കൊടുത്തോ? എന്തിനാ സാറേ എന്നെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്? ഇവൻ എന്ത് പറഞ്ഞു മനസ്സിലാക്കും? സാറേ, പിന്നെ നമ്മുടെ സ്കൂളിൽ പിള്ളേരൊക്കെ സ്നേഹിക്കുന്ന കാര്യം പ്രിൻസിപ്പളോട് പറയണമെന്ന് പറഞ്ഞില്ലേ? പ്രിൻസിപ്പൾ ഇപ്പൊ ഫ്രീ ആയിട്ടുണ്ടത്രേ. ചെന്ന് പോയി പറ.
അതിനു മുൻപ് ഇവിടെ നടന്നത് ഞാൻ പോയി പറയാൻ പോവാ. എന്റെ ദൈവമേ, ഇവന്റെ അടുത്ത് എങ്ങനെ രക്ഷപ്പെടാനാ? എന്റെ സാറ് എന്തിനാ സാറേ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? ഇന്നാണ് ആ കുമുദ ടീച്ചറിന്റെ അടുത്ത് എന്റെ സ്നേഹമൊക്കെ പറഞ്ഞ് കാലും കൈയൊക്കെ പിടിച്ച് ഒരുവിധം ഒപ്പിച്ചു കൊണ്ടുവന്നത്. ഓക്കെ, ഇത് ഞാൻ പറയാതിരിക്കണമെങ്കിൽ ടീച്ചറെ ഒരു 2 ദിവസം ഇങ്ങോട്ടായി. ഞാനിതത്ര വിഡ്ഢിയാണോ? അതിന് എനിക്കൊരു ചാൻസ് നോക്ക്. നിക്കില്ലടാ. ആരാ നിങ്ങള്? നീ ആരാ? എന്റെ ഏരിയ വന്ന് എന്നോട് തന്നെ ആരാണെന്നോ? എന്റെ നാട്ടിൽ വന്നിട്ട് എന്നെ ആരും ചോദിച്ചാൽ? നിന്റെ ഒരു നാട് എന്നെ കുറിച്ച് അറിയാനല്ലേ നീ വന്നത്? ആന്ധ്ര കർണാടകന്ന് ഞങ്ങളുടെ നെറ്റ്വർക്ക് പൊയ്ക്കൊണ്ടിരിക്കും. എടാ, യോമാരെ അങ്ങനെ വെറുതെ വിടാവോ? വിടണോന്ന്? ആ, ഇന്ന് യോമാരുടെ കഥ തീരും. എടാ, യോമാരെ വെറുതെ വിടണോ? നീ പറയടാ, യോമാരെ കൊന്നു കളഞ്ഞേക്കാം. അതെ, അവന്മാരെ കൊന്നേക്ക്. കേട്ടില്ലേ? എല്ലാരെയും തൂക്കുമരത്തി കയറ്റി കൊല്ലാൻ പോവാൻ ഞങ്ങൾ. ഹീറോയിസം ആണോ കാണിക്കുന്നത്? എടാ, ഒളിഞ്ഞും പാത്തും ആദ്യം ഞങ്ങളുടെ സ്ഥലത്ത് നീ എത്തി, പിന്നെ വേഗത്തോടെ ഞങ്ങളുടെ സ്ഥലത്തെത്തി, അവസാനം നീ തന്നെ ഞങ്ങളുടെ മുമ്പിൽ കുടുങ്ങിയിരിക്കുന്നു. ഏയ്, നിനക്കറിയില്ല. ഇവിടെ വന്ന് എന്റെ അടുത്ത് കളിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചോ? എന്താ പറഞ്ഞേ? വേഗം വന്ന് പെട്ടുപോയെന്നല്ലേ? അങ്ങനെയല്ല, ബുദ്ധി ഉപയോഗിച്ച ഇവിടെ വന്ന് ഞങ്ങൾ പെട്ടത്. മനസ്സിലായില്ലല്ലേ? ചിന്തിക്ക്. ആലോചിക്കുകയാണോ നീ? ആലോചിക്കടാ. അതിനുള്ളിൽ നിന്റെ കഥ ഞാൻ കഴിക്കാൻ പോവാ. Success! മിസ്റ്റർ ഇളങ്കോ, നിങ്ങൾ വിചാരിച്ചതൊക്കെ സാധിച്ചു. എനിഹൗ, DSP അക്യൂസ്റ്റിനൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഈ സ്റ്റുഡൻസിനോടൊക്കെ പിരിഞ്ഞു പോകാൻ പറയണം, പ്ലീസ്. യെസ്. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നൊരു വലിയ കാര്യം സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു തീർത്തിട്ടുണ്ട്. നമുക്കിനി പിരിയാം. പോലീസ് ഇനി അവരുടെ പണി ചെയ്തോളും. ഇനി നമ്മൾക്ക് നമ്മളുടെ പണി നോക്കാം. നമുക്ക് എല്ലാവർക്കും പിരിഞ്ഞു പോകാം ഇവിടുന്ന്, പ്ലീസ്. വാ.
എല്ലാവരെയും പിടിച്ച് വണ്ടി കയറ്റ്. എന്തായാലും നടക്കേണ്ടത് നടന്നു. ഈ ലോകത്തിൽ തെറ്റ് ചെയ്യാത്തവരായ ആരുമില്ല. തെറ്റും ചേർന്നാൽ ശരിയാണ്. അവസാനം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ചെയ്തത് ഞാൻ പറയില്ല. അതുപോലെ നിങ്ങൾ ചെയ്ത തെറ്റുകളും ഞാൻ പറയില്ല. നിങ്ങൾ ചെയ്തത് ഞാനും പറയില്ല. എനിക്കിതിൽ എത്ര സർവീസ് ഇല്ല. ഈ സ്ഥലം കറക്റ്റാ. എവിടെ നിന്നെങ്കിലും ഒരു പോയിന്റ് കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായനെ. ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ടല്ലേ ഓരോരുത്തർ നേടിയെടുത്ത് വലിയ വലിയ ആൾക്കാരായത്. ഭാഗ്യം ആരും കണ്ടില്ല. ഇങ്ങനെ തന്നെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തേക്കാം. ആഹാരം കഴിച്ച ഒരു ഉറക്കം പതിവുള്ളതാ. അത് എപ്പോഴും എനിക്കുള്ളൊരു ശീലമാ. ആ കുമുദ ടീച്ചറിനെ എന്തൊക്കെയോ ചെയ്തു നോക്കി, പക്ഷെ നമ്മുടെ വലയിൽ വീഴുന്നില്ല. അതിനുള്ളൊരു ഐഡിയ ഉണ്ട്. ഒരു ചെറിയ ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞ് ആ സമയത്തൊരു ചൂണ്ടയിട്ട ആ കുമുദ ടീച്ചർ ആ ചൂണ്ടയെ കുടുങ്ങും. അപ്പൊ അങ്ങ് പിടിച്ചേക്കാം. ബുദ്ധിമുട്ടും ഇല്ലാതെ ഡ്രീം സീൻ കണ്ടു. യുവമാരൊക്കെ എവിടുന്ന് വന്നു?
അടുത്തതായി നമ്മൾ ചെയ്യേണ്ട പണി നമ്മുടെ ആറ്റിലുള്ള മണൽ മാഫിയ നിർത്തുക എന്നുള്ളത്. ഓക്കേ ചേട്ടാ. അത് മാത്രമല്ല, ഇത് നമ്മുടെ നാട്ടിലെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മൾ വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല. ഹലോ മിസ്റ്റർ ഇളങ്കോ, DSP നിങ്ങളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്തിനാ സർ? നിങ്ങൾ എന്തൊക്കെയോ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നറിഞ്ഞു. അതുകൊണ്ട് DSPക്ക് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. സർ, ഞങ്ങൾ ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങളെല്ലാം അവാർഡ് മേടിക്കാൻ വേണ്ടിയല്ല, ഞങ്ങളുടെ നാട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സർ. ബൈ സർ. ഇവനെന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്? എല്ലാരും പോട്ടെ, നീ ഇവിടെ ഇരിക്കേ. എന്തിനാ? ഞാൻ പറയാം, നീ ഇവിടെ വെയിറ്റ് ചെയ്യും. എന്തിനാ വെയിറ്റ് ചെയ്യുന്ന? ഞാൻ പോട്ടെ. കുറച്ചു നേരത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യ. ഇവിടെ അതൊന്നും വേണ്ട, ഞാൻ പോവാ. പറയുന്ന കേക്ക്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ. നീ എന്താ കാര്യം പറ പ്ലീസ്. പറയുന്ന കേക്ക്, ഞാൻ പോട്ടെ. ക്ലാസ് റൂമിലെ എല്ലാരും പോയി. ക്ലാസ് തന്നെ ഓവറായി. സതീഷും അനിത്യവും ക്ലാസ്സിൽ ആരും അറിയാതെ പ്രേമിച്ചോണ്ടിരിക്കുക. അതെയോ? ഞാൻ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോണ്ട, നേരെ പോയി പ്രിൻസിപ്പൽ അടുത്ത് പറഞ്ഞേക്ക്. വിട്ടേക്കടാ. എന്താണോ താൻ? ഇന്നാ ഇത് വാങ്ങിച്ചിട്ട് പോയി പറ. പെട്ടെന്ന് പോടോ. ശരി. ഇന്ന് രണ്ടുപേരും പെട്ടടാ. സാറേ, ഞാൻ ക്ലാസ്സിന്റെ ജനലും വാതിലൊക്കെ അടക്കാൻ പോയതാ സാറേ. അപ്പൊ ഒരു മുറി മാത്രം അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു സാറേ. അകത്തുനിന്ന് ആരുടെയോ ശബ്ദം കേട്ടു സാറേ. അത് സാറിനെ അറിയിക്കാന്ന് വെച്ച് വന്നതാ. ഒന്ന് സാർ അവിടം വരെ വരുവോ? ഞാൻ വരാം. സർ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല സർ. ഞങ്ങൾ ഉള്ളിലായിരുന്നപ്പോൾ പുറത്തുനിന്ന് ആരോ വാതിലെ കുറ്റിയിട്ടിട്ട് പോയതാ സർ. സർ, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ. ഞാൻ അറിഞ്ഞു ഇവര് പുറത്തുനിന്ന് കഥ പൂട്ടിട്ട് പോകുന്നു. ഇപ്പൊ എന്ത് ചെയ്യാനാ? നമുക്ക് സാറിന്റെ അടുത്ത് പോയി പറയാം. എന്താ സാറേ ഈ പറയുന്നേ? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങളുടെ മകളുടെ TC ഞാൻ കൊടുത്തു വിടാം. എന്തിനാ സാറേ? നിങ്ങളുടെ മകൾ എന്താ ചെയ്തെന്ന് അറിയാവോ? സാറേ, നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ പറയുന്നു. നിങ്ങൾ തന്നെ ഇവിടെ വന്ന് കാണ്. TC വന്ന് വാങ്ങിട്ട് പോ. ഇപ്പൊ തന്നെ വരാം സാർ. എന്ത് പറ്റി ചേട്ടാ? വളരെ ടെൻഷനായിട്ടാണല്ലോ നിങ്ങൾ സംസാരിച്ചത്. എന്താ സംഭവം? തലയിൽ ഇടി വീണു. ഇടി വീണെന്നോ? എവിടെ എവിടെയാ വീണത്? നമ്മുടെ വീട്ടിൽ തന്നെ. അയ്യോ, നമ്മുടെ വീട്ടിലോ? ഇടി പോടി. ചുമ്മാതെ. നിന്റെ മോടെ കാര്യമാ പറഞ്ഞേ. എല്ലാം എന്റെ തെറ്റ് തന്നെയാ. ഒരു പെങ്കൊച്ചായിട്ട് പോലും അവളെ പഠിപ്പിക്കാൻ വേണ്ടി പട്ടണത്തിലേക്ക് പറഞ്ഞു വിട്ടില്ലേ? തീർച്ചയായും ഇതെല്ലാം എന്റെ തെറ്റ് തന്നെയാ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഒന്ന് മനസ്സിലാവുന്ന പോലെ പറ. നിന്റെ പൊന്നുമോളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടില്ലേ? അവൾ അവിടെ പഠിക്കാതെ ഏതോ ഒരു ചെറുക്കൻ്റെ കൂടെ ലവ് എന്നും പറഞ്ഞുകൊണ്ട് കറങ്ങി നടക്കുവാണെന്ന്. എന്റെ ഈശ്വര, എന്റെ വയറ്റിൽ പറഞ്ഞവർക്ക് എങ്ങനെ ഇങ്ങനെ ബുദ്ധി നശിച്ചു പോയി. അയ്യോ അയ്യോ, എന്റെ ചോറ്റാനിക്കര ഭഗവതി, എന്റെ ഗുരുവായൂരപ്പ, നിങ്ങളൊക്കെ ഉണ്ടോ അതോ ഇല്ലേ? മാനം മര്യാദക്ക് ജീവിച്ച കുടുംബമായിരുന്നത് ഇപ്പൊ എല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്റെ വയറ്റിൽ പറഞ്ഞ ഇവള്. അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞതാ, നിങ്ങളാ കേൾക്കാഞ്ഞത്. നീ കുറച്ചു നേരം മിണ്ടാതൊന്നിരിക്കുന്നുണ്ടോ? അത് ശരി, നിന്റെ അനിയൻ പട്ടാളത്തിൽ നിന്ന് ലീവിന് വന്നിട്ടില്ലേ? അവനിപ്പോ എവിടാ ഉള്ളത്? ലീവില് വന്ന അവൻ ഇവിടെയുള്ള സ്വന്തക്കാരെയൊക്കെ കാണാൻ പോയിരിക്കുക. ഓ, അങ്ങനെയാണോ? അവന് ഫോൺ ചെയ്ത് ഉടൻ തന്നെ ഇങ്ങോട്ട് വരാൻ പറ. ആ ചേച്ചി പറയൂ. ശരി, അദ്ദേഹം വരാൻ പറഞ്ഞോ?
ആ ശരി ശരി വരാം. അതേടി, നീ പറഞ്ഞത് ശരിയാ. എന്ത് പറ്റി അനിത? എന്തെങ്കിലും ടെൻഷനായിരിക്കുന്നത്? എന്തു പറ്റി? ആകെ കുഴപ്പമായടി. ഉച്ചയ്ക്ക് നടന്ന സംഭവം പ്രിൻസിപ്പൽ എന്റെ അച്ഛനെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തു. എനിക്ക് നല്ല പേടിയുണ്ട്. അയാളൊരു ഹിറ്റ്ലർ ആണല്ലോ. അച്ഛൻ എന്നെ കല്യാണം കഴിപ്പിച്ച് വിടാനുള്ള പ്ലാനിലാ ഇപ്പോൾ ഉള്ളത്. ആകെ കുഴപ്പമായിരിക്കുക. എന്റെ മുറച്ചെറുക്കൻ മിലിറ്ററിയിലുള്ളത്. അയാളെ കൊണ്ടാ കെട്ടിക്കുന്നത്. രാവിലെ വന്ന് എന്റെ TC വാങ്ങിച്ച് എന്നെ കൊണ്ടുപോകാൻ പോവാ. എനിക്കിനി എന്താ ചെയ്യേണ്ടതെന്നൊന്നും പിടികിട്ടുന്നില്ല. ഇനി അനിതേ, നീ എന്തിനാ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നേ? നീ അവനൊന്ന് ഫോൺ ചെയ്യ്, അവൻ എന്തെങ്കിലും ഐഡിയ തരും. നിങ്ങൾ ആരെങ്കിലും പോയി വാർഡൻ വരുന്നുണ്ടോ നോക്ക്. ഓക്കെ അല്ലേ? ഞാൻ പോയി സതീഷിനെ ഫോൺ ചെയ്യട്ടെ. നമുക്ക് പുറത്തു പോയി നിൽക്കാം. ഹലോ ഹലോ സതീഷ്, എടാ ഇത് അനിതയാ. ആ പറയൂ അനിത, പ്രശ്നമൊന്നുമില്ലല്ലോ. അത് പ്രിൻസിപ്പൽ എന്റെ അച്ഛൻ്റെ അടുത്ത് എല്ലാം ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. അയ്യോ, നാട്ടിലുള്ള എന്റെ മുറച്ചെറുക്കനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ പോവാന്നാ പറയുന്നത്. ഓ മൈ ഗോഡ്, ഇനി എന്താ ചെയ്യാന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. നാളെ രാവിലെ തന്നെ അച്ഛൻ ഇവിടെ എത്തും. TC വാങ്ങിച്ച് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പോവാ. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നീ വിഷമിക്കാണ്ടിരിക്കെ, ഞാനുണ്ട്. ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് നിന്നെ അങ്ങോട്ട് വിളിക്കാം. പേടിക്കാണ്ടിരിക്കെ. അവിടെ നോക്കടാ സതീഷ്. അളിയ, ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് നോക്കി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താടാ ഇനി ചെയ്യാൻ പോകുന്നേ? ഒരു പിടുത്തവും കിട്ടുന്നില്ലടാ. അളിയ, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഞങ്ങളൊക്കെ അല്ലേ, ഞങ്ങളുടെ അടുത്ത് ഒരു നല്ല ഐഡിയ ഉണ്ട്. വേഗം പറ, എന്ത് ഐഡിയ? എടാ, നീ പറയുന്നത് വെച്ച് നോക്കുമ്പോ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ ഞങ്ങൾക്ക് ഒരു ഐഡിയ തോന്നുന്നുള്ളൂ. അത് മറ്റൊന്നുമല്ല, ഇന്ന് രാത്രി നീ അനിതി ഈ നാട് വിട്ട് തന്നെ പോണം. എടാ, ഈ ഒരു രാത്രി നിങ്ങൾ മിസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റില്ല. നീ അനിതനെ വിളിച്ചോണ്ട് ധൈര്യമായിട്ട് പോടാ. അതേടാ മച്ചാനെ, നീ കുറച്ച് ദിവസം ഇവിടെ മറന്ന് അനിതനെ വിളിച്ചോണ്ട് ചെന്നൈയിലോട്ട് പോ. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ നോക്കിക്കോളാം, മനസ്സിലായോ? മച്ചു, അനിതയ്ക്ക് പെട്ടെന്ന് തന്നെ ഫോൺ ചെയ്ത് രാത്രി 9 മണിക്ക് വരാൻ പറ. നമുക്ക് എല്ലാവർക്കും ഹോസ്റ്റലിന്റെ പിന്നിൽ വെയിറ്റ് ചെയ്യാം. ശരിടാ, എന്നാ ഞാൻ ഇപ്പൊ തന്നെ അവളെ വിളിച്ച് വിവരം പറയാം. പറ സതീഷ്. അനിത, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഈ കാര്യം ഡിസ്കസ് ചെയ്തു. നിന്റെ ഈ കല്യാണം ആ ചെക്കൻ്റെ കൂടെ നടത്താണ്ടിരിക്കാൻ വേണ്ടി ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും ഈ നാട് വിട്ട് ഓടണം. ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രമിച്ച് കേൾക്ക്. നമ്മൾ ഈ ഒരു രാത്രി വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം മൊത്തം ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. പ്ലീസ് അനി, നീ ഒന്നും ആലോചിക്കണ്ട. നീ ഇന്ന് രാത്രി 9 മണിക്ക് ഹോസ്റ്റലിന്റെ പുറകെ വന്ന് നിന്നാൽ മതി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം അവിടെ കാണും. വേണ്ട സതീഷ്, ഇടപിടിന്ന് പറഞ്ഞ ഒരു തീരുമാനം എടുക്കണം. അനി പ്ലീസ്, നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഇതല്ലാണ്ട് വേറെ വഴിയില്ല നമുക്ക്. ആലോചിക്കല്ലേ അനി? എനിക്കെന്തോ നല്ല പേടിയുണ്ട്. ഇതിൽ പേടിക്കാൻ ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പരമാവധി ഡിസ്കസ് ചെയ്തതാ. ഇതല്ലാണ്ട് നമുക്ക് വേറെ ഒരു വഴിയില്ല. ഈ ഒരൊറ്റ രാത്രി നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. നമുക്കിനി ആലോചിക്കാൻ ഒന്നുമില്ല അനി. ശരി, ഞാൻ നിനക്ക് വേണ്ടി 9 മണിക്ക് അവിടെ കാത്തിരിക്കും. അളിയ, അവളില്ലല്ലോ. ക്ഷമിക്കാതടാ, വരുവടാ. എന്താടാ അവളെ ഇനിയും കാണാത്തെ? എടാ, നീ ഒന്ന് ക്ഷമിക്കടാ, വരുവടാ. അളിയ, അവള് എത്തിയടാ. മച്ചു, ഞാൻ പറഞ്ഞില്ലേ. അനിത, വാ, വേഗം വാ, നമുക്ക് പോവാം. എടാ വേഗം വാ, ആരും കാണുന്നതിന് മുമ്പേ. എടോ വാച്ച്മാനെ, ആ പിള്ളേരെ എസ്കേപ്പ് ആവാൻ നോക്കുക. ആദ്യം അവരെ പിടിക്കാൻ നോക്ക്. സതീഷ്, ഇനി എനിക്ക് വയ്യ. എന്ത് പറ്റിയാ നീ? ഇല്ല സതീഷ്, എനിക്ക് നല്ല നിനക്ക് വേണ്ടി പേടിയാവുന്നു. എന്റെ ജീവൻ പോലും തരാം. ഇപ്പൊ വാ എന്നോട്.
ഹലോ ഹലോ ഗോപിയാണോ? ആ ആ പെണ്ണു ചെക്കന് ഒളിച്ചോടി പോയി കേട്ടോ. എന്താ പറഞ്ഞ? ആ ശരി. നമ്മൾ അതുവഴി പോയാൽ കുടുങ്ങും. അളിയാ, നമ്മൾ ഇതുവഴി പോവാം. ഹലോ സാറേ, സ്കൂളിലെ വാച്ച്മാനാ സംസാരിക്കുന്നത്. പറയൂ വാച്ച്മാൻ, എന്തിനാണ് ഈ രാത്രി വിളിച്ചത്? സാറേ, സതീഷും കുറച്ച് ആൾക്കാരും കൂടെ +1 പഠിക്കുന്ന അനിതയെ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി. എന്താ ഇപ്പൊ ചെയ്യാ സാറേ? അങ്ങനെയാണോ? ശരി സാറേ, ശരി സാറേ. ഹലോ ചേട്ടാ, എവിടെയുള്ള എവിടെയുള്ളതെന്ന് തെളിച്ച് പറ ചേട്ടാ. ഞങ്ങളുടെ ഹോസ്റ്റലിലെ അടിപൊളി ഒരു ചരക്കുണ്ട്, രക്ഷപ്പെട്ട് നമ്മുടെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ആ നിങ്ങൾ എവിടെയും പോവല്ലേ, അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. ഞാൻ എല്ലാരെയും വിളിച്ചിട്ട് അങ്ങോട്ട് വരാം. ആ അവരെ വെറുതെ വിടരുത്. ആ ശരി, ഞാൻ പെട്ടെന്ന് വന്നേക്കാം. എടാ, നീ പോയിട്ട് ട്രെയിൻ വരുന്നുണ്ടോ? ശരിടാ മച്ചു. ഡാ മച്ചു, ഇനിയും 10 മിനിറ്റിൽ ട്രെയിൻ വരുവാടാ. എടാ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാൻ എന്റെ മൂത്തമ്മേന്റെ മോനോട് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് പോയിക്കോ, നാളെ കാലത്താവും വന്ന് നിങ്ങളെ പിക്ക് ചെയ്തോളും. ഞങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളെ പിന്നീട് വന്ന് ഇനി കണ്ടോളാം. 5 മിനിറ്റിൽ ട്രെയിൻ വരും. നമ്മളെല്ലാരും കൂടി ഇവിടെ ചേർന്ന് നിന്നാ കാണുന്നവർക്ക് സംശയം വരും. നമുക്ക് പോകാം. നിങ്ങൾ വളരെ സൂക്ഷിച്ചു പോയിട്ട് വാ. എടാ, Thanks, sir. പേടിക്കാതെ Okay, ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശരിയടാ, ബൈഡാ. ശരിടാ, താങ്ക്സ്. ചേട്ടാ പോവാ ചേട്ടാ. ഇവര് വെറുതെ വിടരുത്. ഡാ, വണ്ടി എടുക്കടാ. വണ്ടി എടുക്കടാ. പോ പോ, നമുക്കൊരു കൈ നോക്കാം. എന്ത് പറ്റി അനിത? നീ എന്താ ഇങ്ങനെ വിറയ്ക്കുന്നത്? എന്ത് തണുക്കുന്നുണ്ടോ? ശരി, ഇതാ അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ഞാൻ അവിടുന്ന് ചായ മേടിച്ചിട്ട് വരാം. ചൂടായിട്ടൊരു ചായ കുടിച്ചാൽ ഇതെല്ലാം ശരിയായിക്കോളും. ഓക്കെ, ഞാനിപ്പോ വരാം. ചേട്ടാ, അവർ രണ്ടുപേരെ എങ്ങനെയെങ്കിലും പിടിക്കാം. വെറുതെ വിടാൻ പാടില്ല. അത്തീഷണിതാ, എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നത് പിടിക്കണം. എടാ, നീ എങ്ങോട്ടാടാ പോകുന്നേ? അനിതാ, എവിടെയാടി പോയേ? അരിയാ, വന്ന് വണ്ടി കയറടാ, നമുക്ക് അവളെ കണ്ടുപിടിക്കാടാ. നീ കുടിച്ചോ? ഓക്കെ അല്ലേ? ഒരൊറ്റ മിനിറ്റ്, ഞാൻ ഇപ്പൊ ക്യാൻറ്റീനിൽ ഗ്ലാസ് കൊടുത്തിട്ട് വരാം. ഇൻസ്പെക്ടറല്ലേ സംസാരിക്കുന്നത്? അതെ, ഇൻസ്പെക്ടർ തന്നെയാണ് പറയുന്നത്. പറയൂ. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന 2 പേര് ലവ് ചെയ്തിട്ട് ഒളിച്ചോടിയിരിക്കുന്നു.
ഓക്കെ സാർ, യു ഡോണ്ട് വറി. രാത്രി തന്നെ അവരെ കണ്ടുപിടിച്ച് നിങ്ങളുടെ അടുത്ത് എത്തിക്കാമെന്നേ. പഠിപ്പൊക്കെ പഠിച്ച് വലിയ വലിയ ജോലിയിൽ പോയി ചേരണമെന്നാ ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. നിന്നെ കൊണ്ട് ഈ സ്കൂളിന് മാത്രമല്ല ഈ നാടിന് തന്നെ അഭിമാനമാണ്. വലിയൊരു ഡോക്ടറായിട്ട് അച്ഛന്റെ ആഗ്രഹമൊക്കെ പൂർത്തീകരിക്കും. അത് മതി മോളെ എനിക്ക്. അനിത, എന്തു പറ്റി അനിത? എന്തിനാ നീ കരയുന്നേ? ഒന്നുമില്ല. പിന്നെന്തിനാ നീ കരയുന്നേ? ഇല്ല, നീ എന്തോ ആലോചിച്ചായിരിക്കുന്നേ. എന്താ നിന്റെ പ്രശ്നം? കാര്യം എന്താന്ന് പറ. അങ്ങനെയൊന്നുമില്ല. പിന്നെന്തിനാ കരയുന്നേ? പറ അനിത, പ്ലീസ് അനിത, ഒന്ന് പറ. ഇതെന്താ? വായിച്ചു നോക്ക്. ആ കവിത വായിക്ക്. ഇതാരോ അവരുടെ ഇമാജിനേഷൻ എഴുതിയ പോയമാ അനിത. ഇത് ഇമാജിനേഷൻ എന്ന് പറയാൻ പറ്റില്ല സതീഷ്. ആരോ അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടൊക്കെ സഹിച്ച് അവരുടെ അനുഭവങ്ങളൊക്കെ എഴുതിയിരിക്കുന്നെന്നാ എനിക്ക് തോന്നുന്നത്. ഇത് കേക്ക്, ഇപ്പൊ ട്രെയിനിന് വരെ സമയമായി. ഈ സമയത്ത് ഇങ്ങനത്തെ സംസാരങ്ങളും കൊണ്ട് എന്ത് പറഞ്ഞാലും നീ കേക്കില്ലേ? എന്താ അനിത നീ ഈ സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ. ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കൂല്ലേ? ഉറപ്പായിട്ടും, ഷുവർ. നമ്മൾ എവിടുന്ന് പോകരുതെന്ന് പറഞ്ഞാ കേൾക്കുമോ നീ? എന്താ അനിത ലാസ്റ്റ് മിനിറ്റ് നീ ഇങ്ങനെ സംസാരിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ട്രെയിൻ വരുന്ന സമയമായില്ലേ? എനിക്കിപ്പോ ട്രെയിൻ വന്നു. ഇല്ല സതീഷ്, എനിക്കിത് ശരിയെന്ന് തോന്നുന്നില്ല. What are you saying, അനി? ട്രെയിൻ വന്നു, ലെറ്റ്സ് ഗോ. ഇല്ല സതീഷ്, പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. പ്ലീസ് അനി, ഒന്ന് വാ. നോ, ഞാൻ വരുന്നില്ല. വാ അനിത, ട്രെയിൻ വന്നു. ഞാൻ വരുന്നില്ല. ഒന്ന് വരൂ. പറയുന്നത് കേക്ക്. കളിക്കല്ല അനിത, ഇത് കളിക്കുന്ന സമയമല്ല. ട്രെയിൻ വന്നു, വേഗം വാ. പ്ലീസ് അനിത, നമുക്കിന്ന് വീട്ടിലോട്ടോ അല്ലെങ്കിൽ സ്കൂളിലോട്ടോ പോലും പോകാൻ പറ്റില്ല. വേറെ ഒരു ചാൻസ് കിട്ടില്ല നമുക്ക്. പ്ലീസ് അനിത. അനിത വാ, അനിത വേഗം വാ. നമുക്ക് വേഗം പോവാം. ട്രെയിൻ വന്നു. വേഗം വാ, ട്രെയിൻ വന്നു. വാ, നമുക്ക് പോവാം. വാ. നിനക്ക് എന്റെ മേലെ വിശ്വാസമില്ല അല്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ വിശ്വസിക്കുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ നീ എന്റെ കൂടെ വരാത്തെ? ഇതല്ലാണ്ട് വേറെ നമുക്കൊരു ചാൻസ് കിട്ടില്ല അനിത. ട്രെയിൻ ഇവിടെ നിന്നു.
പ്ലീസ് അനിത, നമുക്ക് ട്രെയിനിൽ കയറാം. വാ. സതീഷ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട പ്ലീസ്. ട്രെയിൻ വിടുന്നുണ്ട് അനിത. ഇത് കളിക്കേണ്ട സമയമല്ല. കളിക്കേണ്ട സമയമില്ല അനിത. ട്രെയിൻ പോകുന്നു. ഒന്ന് വരുമോ? ട്രെയിൻ വിട്ടു അനിത. ലെറ്റ്സ് ഗോ. Shit, missed the train. സോറി സതീഷ്. ചിന്തിക്കാന്നാണോ നീ ഇറങ്ങി തിരിച്ച്? ഒരു മിനിറ്റ് നീ ആലോചിച്ച് നോക്കിയോ ഈ കാര്യങ്ങൾ? ഇന്നൊരു ദിവസം നമ്മൾ വേസ്റ്റ് ചെയ്താൽ നാളെ നമുക്ക് രണ്ടുപേർക്കും സ്കൂളിൽ നിന്ന് TC കിട്ടാൻ പോകുന്നത്. പിന്നെ നിന്റെ അച്ഛൻ നിന്നെ നാട്ടിൽ കൊണ്ടുപോയിട്ട് മറ്റേ ചെക്കനെ കെട്ടിച്ചു കൊടുക്കും. പിന്നെ നമുക്ക് ലൈഫിൽ ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂല അനിത. നമുക്കിന്ന് ഒരു രാത്രി മാത്രമേ ഉള്ളൂ അനിത. അത് നമ്മൾ മിസ് ചെയ്താൽ ഈ ജീവിതം തന്നെ നമുക്ക് വേസ്റ്റാ. പ്ലീസ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനും നല്ലോണം ആലോചിച്ചിട്ട് തന്നെ പറയുന്നത്. ഇപ്പൊ നമ്മളിങ്ങനെ എടുത്തു ചാടിയ നമ്മുടെ ജീവിതം നമ്മൾ വിചാരിക്കും പോലെ ആവണമെന്നില്ല. പകരം ജീവിതം തകർന്നു പോവുകയുള്ളൂ. നിന്റെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ പ്രണയം വിജയിക്കാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ട ഇത്രയും ദൂരം നമ്മൾ ഇവിടെ കൊണ്ട് എത്തിച്ചത്. എത്ര നല്ല ആൾക്കാരാ അവര്. ബട്ട് ഇതേ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ചവര് ഇനിയും 4-5 വർഷങ്ങളും കൂടി കഴിഞ്ഞ ഒരു ഡോക്ടറായോ എഞ്ചിനീയറായോ ഒരു കലക്ടറായോ ഈ സമൂഹത്തിന് വേണ്ടി ഒരുപാട് നല്ലത് ചെയ്യും അവര്. പക്ഷെ നമ്മളോ ഒരു +2 പോലും തീർക്കാതെ വെറും 10th ക്വാളിഫിക്കേഷൻ വെച്ച് നീ ഒരു കൂലിപ്പണിക്കാരനായും ഞാനൊരു വീട്ടു ജോലിക്കാരിയായും നമ്മുടെ ജീവിതം എങ്ങനെ നശിച്ചു പോവേ ഉള്ളൂ. ദിസ് ഈസ് എ പ്രാക്ടിക്കൽ ലൈഫ്. അപ്പൊ എന്താ ഈ റിലേഷൻഷിപ്പ് വേണ്ട, നമുക്ക് തിരിച്ചു പോകാന്നാണോ നീ പറയുന്നത്? അങ്ങനെയല്ല സതീഷ്, അതിനുള്ള പക്വത നമുക്കില്ലെന്നാ ഞാൻ പറയുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് എന്നെ വിശ്വാസമല്ലേ സതീഷ്? വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ ബിലീവ് മീ പ്ലീസ്. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറ. ഇപ്പൊ ഇവിടുന്ന് നമുക്ക് പോവാം, എന്നിട്ട് ഞാൻ പറയാം. വാ സതീഷ്. എന്താ അനിത അത്? ഈ രാത്രിയിൽ എന്നെ ഇങ്ങനെ കിടന്ന് നീ ചുറ്റിക്കുന്നുണ്ടല്ലോ. നിനക്ക് തന്നെ ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പോഴും ഞാൻ വാക്ക് മാറുന്നില്ല സതീഷ്. ഞാൻ നിന്നെ എന്റെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. നിന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഇത്ര ദൂരം വരില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഈ തീരുമാനം പിന്നെ ഓർത്ത് നമ്മളെ വിഷമിക്കേണ്ടി വരും. നമ്മൾ ഇനിയും കുറെ പഠിക്കാനുണ്ട്, മുന്നേറണം. അപ്പോഴേ നമ്മുടെ പ്രണയത്തിനൊരു ബഹുമാനം ഉണ്ടാവുള്ളൂ. ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ? നമ്മളൊന്ന് ശ്രമിച്ചു നോക്കിയാ നടക്കാത്തതൊന്നുമില്ല സതീഷ്. നമുക്ക് ശ്രമിച്ചു നോക്കാം. എനിക്കുറപ്പുണ്ട് നമ്മുടെ പ്രണയം വിജയിക്കും. എല്ലാത്തിനും ഒരു വിശ്വാസം വേണം സതീഷ്. ചേട്ടാ, വിടാൻ പാടില്ല. അവരെവിടെ പോയാലും പിടിക്കണം. ഞാൻ കുറെ ടോർച്ചർ അനുഭവിച്ചതാ. വെറുതെ വിടില്ല ഞാൻ. അങ്ങനെയാണോ? നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാനില്ലേ. അവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. എവിടെ പോയാലും നമുക്ക് പിടിച്ചുകൊണ്ടൊന്ന് ഇല്ലാതാക്കാം. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. പിടിക്കാൻ പറ്റുമോ? എത്ര പേര് വന്നാലും ഞാൻ നോക്കിക്കോളാം. മോനെ സതീഷ്, ആ കാണുന്ന ഓട്ടോയില് പോയാലോ? എന്റെ കുട്ടികള് കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് ചെയ്ത് നമ്മളൊരു ടീമോടെ വന്നിരിക്കുന്നത്. അവര് പിടിക്കണം ചേട്ടാ. കുറച്ച് സമയം കൊണ്ട് ജോലി തീർത്ത് ഞാൻ നിന്നെ വിളിക്കാം. പറ്റില്ല, ഇന്ന് നൈറ്റിന് അവർ പിടിക്കണം. എവിടെയാ പോണ്ടേ? ആ പോകുന്ന ഓട്ടോനെ ഫോളോ ചെയ്യണം. ഇത് ഈ നാട്ടിലുള്ള ഓട്ടോ തന്നെ. ആലോചിക്കാതെ കേറി ഇരിക്കും മോനെ. നമുക്ക് ഇതിൽ തന്നെ പോവാം സതീഷ്. റെയിൽവേ സ്റ്റേഷന്റെ അടുത്തേക്ക് പോ. ലെഫ്റ്റിലേക്ക് പോ. ഐ എം സോറി സർ.
തെറ്റ് ചെയ്തിട്ട് സോറി പറയുന്നോ? നിങ്ങൾ എന്താ ചെയ്തെന്നറിയാവോ? നിങ്ങൾ മൂലം മാതാപിതാക്കൾക്ക് പേരുദോഷമുണ്ടായി, ഈ സ്കൂളിന് പേരുദോഷമുണ്ടാക്കി. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഹലോ, വാർഡൻ ഷൺമുഖം അല്ലേ? അതെ, പ്രിൻസിപ്പാളാണ് സംസാരിക്കുന്നത്. നിങ്ങള് ഹോസ്റ്റലിലെ വാൻ എടുത്തോണ്ട് ഉടനെ എന്റെ വീട്ടിലേക്ക് വാ. സാറേ സാറേ സാറേ, ഞങ്ങൾ എത്തി സാറേ. നമസ്കാരം സാർ. ഷൺമുഖം, ഇവർ രണ്ടുപേരെയും നമ്മുടെ ഹോസ്റ്റലിലേക്ക് വിളിച്ചോണ്ട് പോകും. ഓക്കെ, അങ്ങനെ തന്നെ ചെയ്യാം സാറേ. എടാ, 11th പഠിക്കുന്ന സതീഷും അനിത്യം ഹോസ്റ്റലിൽ വിട്ട് ഒളിച്ചോടിയടാ. ഇപ്പൊ പ്രിൻസിപ്പളുടെ കസ്റ്റഡിയിലാ. രണ്ടുപേരും കുടുങ്ങി. എടാ, നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ട അവര് രണ്ടുപേരും ആ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടേച്ച് വന്നത്. പക്ഷെ അവര് രണ്ടുപേരും പ്രിൻസിപ്പാളുടെ മുമ്പിൽ എങ്ങനെ കുടുങ്ങിയടാ? അത് വിടടാ, പ്രിൻസിപ്പാൾ അവന്റെ അച്ഛനെയും അമ്മയും വരാനാ പറഞ്ഞിരിക്കുന്നത്. ഡാ, അപ്പൊ പ്രിൻസിപ്പൾ അവർ രണ്ടുപേരും ടി സി കൊടുക്കോടാ? അവർ രണ്ടുപേരുടെയും ടി സി വലിച്ചു കീറി അവരെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാലേ ജീവിതം എന്താണെന്ന് അവർ പഠിക്കൂ. ഇതൊരു പാഠമായിരിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അതിനാണ് നിങ്ങളെ വിളിച്ചത്. അതെ സാർ, ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കൂളിന് ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. അതെ സാർ, അങ്ങനെ തന്നെ ചെയ്യാം. അതെ അതെ, ടി സി കൊടുക്കുന്നതാണ് ശരി. അതെ സർ, അങ്ങനെ തന്നെ ചെയ്യാം. ശരി, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ക്ലാസ്സിന് സമയമായി, നിങ്ങളെല്ലാം പൊക്കോ. ഓക്കെ സാർ. ഞാൻ പല പ്രാവശ്യവും മുന്നറിയിപ്പ് തന്നിട്ടും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ഒരു പ്രിൻസിപ്പൾ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ടി സി തരാൻ പോവുക. പക്ഷേ ഇന്നലെ നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ മറ്റ് ലവേഴ്സിനെ പോലെ ഈ നാട് വിട്ട് ഓടിപ്പോയിരിക്കും. പക്ഷെ അവരത് ചെയ്തില്ല. എന്നെ വന്ന് കാണുകയാണ് ചെയ്തത്. അവരുടെ ആഗ്രഹം പഠിക്കുക എന്നുള്ളതാണ്. അവർ രണ്ടുപേരും അത് മനസ്സിലാക്കി. അവരുടെ മനസ്സിന്റെ മാറ്റം തീർച്ചയായും ഒരു നല്ല കാര്യമാണ്. അതുകൊണ്ട് ഇവർക്ക് ടി സി കൊടുക്കാതെ അവർ പഠിക്കാൻ അനുവദിക്കാമെന്ന് വിചാരിക്കുന്നു. സർ, പ്ലീസ് എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ ഈ തീരുമാനം എനിക്ക് സമ്മതമല്ല. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് സർ. എന്റെ മോളുടെ ജീവിത പ്രശ്നമാണ്. അവക്ക് പെട്ടെന്ന് തന്നെ ഒരു കല്യാണത്തിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യുക. അതുകൊണ്ട് പ്ലീസ് അവിടെ ടി സി ഇങ്ങനെ തന്നേക്ക്. സാർ സാർ, എന്താ ഇത്? പ്ലീസ് വെയിറ്റ് വെയിറ്റ്. ഒരച്ഛൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകും. ഞാൻ സമ്മതിച്ചു. എന്നാ ഇവിടെ വെച്ച ഈ നേരത്ത് എനിക്കൊരു സത്യം പറയാനുണ്ട്. ഇവര് രണ്ടുപേരും ഈ സ്കൂളിലെ നല്ല സ്റ്റുഡൻസായി, നല്ല മാർക്ക് വാങ്ങിയ സ്റ്റുഡൻസ് ആയിട്ടാണ് പോകേണ്ടത്. ദയവ് ചെയ്ത് നിങ്ങളുടെ മകൾ പഠിക്കട്ടെ. പെൺകുട്ടികൾ നന്നായിട്ട് പഠിക്കണം. സതീഷേ, അനിതേ, നിങ്ങൾ രണ്ടുപേരും ക്ലാസ്സിലേക്ക് പോയിക്കോ. ഇനി നിങ്ങളുടെ മനസ്സ് പഠിപ്പിൽ മാത്രമായിരിക്കണം. ഓക്കെ? പഠിപ്പ് 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 മാത്രം. പോയിക്കോളൂ. താങ്ക് യു സർ. കുട്ടിക്കാലത്ത് പ്രേമം അത്യാവശ്യമാണ്. വിദ്യാഭ്യാസോ അതിനേക്കാളും അത്യാവശ്യം.